ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന പോലെ ആയിരിക്കും വരാം. കൂടുതൽ ആൾക്കാർക്കും ഇത് അറിയില്ല. മീൻസ് ഇപ്പം അറിയാം, പക്ഷെ എൻ്റെ വരുന്ന ക്ലയൻസിന് തന്നെ ഇതിനെപ്പറ്റി ധാരണയില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഈ സംഗതി കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ ഫസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുക SEO ആണ്. എന്ത് ബിസിനസ് ആണെങ്കിലും ഫസ്റ്റ് SEO തുടങ്ങിയിട്ട് ദെൻ നമുക്ക് സോഷ്യൽ മീഡിയ സംഗതി തുടങ്ങിയാൽ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എല്ലാം ഒപ്പരം ആ രീതിയിൽ ബ്രാൻഡിന് നമുക്ക് റിസൾട്ട് കിട്ടാം. സഫീറ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സഫീറ ചോദിച്ചോളൂ. ഞാൻ വാട്സപ്പ് ഓട്ടോ ചാറ്റിന്റെ ഒരു ഡൗട്ട് തന്നെയാണ് എനിക്കും ഉള്ളത്. ഇപ്പൊ സാറ് ഊണ് കഴിക്കാൻ പോയിക്കണം. പറഞ്ഞോ കുഴപ്പമില്ല. ചോദിച്ചോളൂ. കഴിച്ചോണ്ടിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഡൗട്ട് എന്താ വെച്ചാല്, എന്റെ ഒരു ക്ലയന്റ്, ഞാൻ ഇതുപോലെ അവര് പറഞ്ഞു ഒരു സ്റ്റാഫിനെ വേണം, നമുക്ക് ഈ വാട്സപ്പിൽ എൻക്വയറി വരുന്നതിന് റിപ്ലൈ കൊടുക്കാൻ ഒരു സ്റ്റാഫിനെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമുക്ക് വാട്സപ്പ് ലൈക്ക് വാട്ടിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അവരൊന്ന് വാട്ടി എങ്ങാനും യൂസ് ചെയ്തു, 2 എണ്ണം യൂസ് ചെയ്തു. പക്ഷെ അവർക്ക് അത് വർക്ക്ഔട്ട് ആയില്ല. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്, എൻക്വയറീസ് വരുന്നത് എപ്പോഴും കറക്റ്റ് ഫോർമാറ്റിലായിരിക്കില്ലല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. UAE ക്ലൈന്റ് ആണ്. അപ്പൊ ഒരുപക്ഷെ ഇപ്പം മലയാളികളാണെങ്കിൽ മംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ മലയാളത്തിൽ തന്നെ ചോദിക്കണം എന്നില്ല, ഇംഗ്ലീഷിൽ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, മിക്സഡ് ആയിട്ട് ചോദിക്കും. അപ്പൊ അവർക്കത് ലീഡ് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അതുപോലെ മാനുവലി റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ കൺവേർഷൻ റേറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് 2 എണ്ണം യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഈ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഈ വാട്സപ്പ് ഓട്ടോ ലൈക്ക് APIs എടുക്കുന്ന സമയത്ത് ഈ റിപ്ലൈ കൊടുക്കുന്നതിന്റെ ഒരു അത് ആദ്യം സ്റ്റഡി ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ആദ്യം അതിൽ വരുന്ന ഏതാണ് ചാറ്റ് കാര്യങ്ങൾ ഇത് സ്റ്റഡി ചെയ്യുക. അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ബോട്ട് ഉണ്ടാക്കുക. ചാറ്റ് ബോട്ട് എപ്പോഴും ഉണ്ടാക്കുന്നത് ആ ഒരു സ്റ്റഡിയുടെ പുറത്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോട്ട് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചാറ്റ് ബോട്ട് വിത്ത് പിന്നെ അസൈൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്കിപ്പം. അതാവുമ്പോൾ നമുക്ക് മാനുവലി നമുക്ക് ആ ഒരു സെക്ഷൻ വരെ ചാറ്റ് ബോട്ടിനെ ഇത് ട്രിഗർ ചെയ്യിപ്പിക്കുകയും അതിനുശേഷമുള്ള സെക്ഷൻ നമുക്ക് മാനുവലി ഉള്ള സ്റ്റാഫ് അസൈൻ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മിക്സഡ് ആയിട്ട്, അതായത് ഒരു 5 സ്റ്റാഫ് ഉണ്ട് അല്ലെങ്കിൽ 10 സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫുകൾക്ക് അസൈൻ ചെയ്ത് അത് ഏത് സെക്ഷനിലാണോ അവർക്ക് വേണ്ടിയെന്ന് തോന്നുന്ന ആ സെക്ഷനിൽ അസൈൻ ചെയ്യുക. അങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു കേസിന് പ്രോപ്പറായിട്ട് വർക്കാവും. പക്ഷെ ആദ്യം സ്റ്റഡി ചെയ്യണം എന്താണ് അവിടെ വേണ്ടത്. അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഓപ്പൺ എഐയുടെ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ചോദിച്ചാൽ പോലും കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കേസ് ആദ്യം സ്റ്റഡി ചെയ്യുക, അതിനുശേഷം ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പോൾ റെഡിയാവും. നമ്മളിപ്പോ ഓൾറെഡി ആദ്യം പേയ്മെന്റ് കൊടുത്തിട്ടല്ലേ ഇത് ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോം API ആയാലും നമ്മളിപ്പോ ഒരു എമൗണ്ട് കൊടുത്തതിന് 3 days ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 days ട്രയൽ ഉണ്ട്. ട്രയൽ നോക്കിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ മന്ത്ലി ഉള്ള പ്ലാൻ ഉണ്ട്, മന്ത്ലി ഒരു പ്ലാൻ എടുക്കുക. ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. മൊഹ്സിൻ ട്രിവാൻഡ്രം 4 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആരെയും ഒരാളെ തുടങ്ങിക്കോളെ. ഒരു ക്വസ്റ്റ്യൻ കാർത്തിക് സാറിന് SEO ഉണ്ട്, ഇനി അറിയില്ല. ഇവര് തുടങ്ങിക്കോളൂ. ഹാൻഡ് റൈസ് ചെയ്തവർ തുടങ്ങിക്കോളൂ. 4 പേര് കൈ പൊന്തിച്ചിട്ടുണ്ട്. ചോദിച്ചോളൂ. അഭിനവ് വന്നിട്ടുണ്ടല്ലോ അല്ലെ? ഒന്ന് കോർഡിനേറ്റ് ചെയ്യും മോനെ. എനിക്ക് ആസ്മ ഉണ്ട്, ഞാൻ നിന്നെ കാത്തുക്കരുന്നു. ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. ഞാൻ ബാക്കിലുണ്ട് ട്ടാ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ സർ. ട്രിവാൻഡ്രം എന്റെ ഒരു ബ്രാൻഡ്. എന്റെ പേര് സിവി എന്നാണ്, സിവി ശശിധരൻ എന്നാണ് പേര്. ഗ്രൂപ്പിൽ ആഡ് ആയതും നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്താണ് ഒരു ഇഷ്യൂ മാറിയതും. അതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. ഞാനിപ്പോ അത് നമ്മുടെ തൊഴില് മോനെ, അത്രേ ഉള്ളൂ. അതെ. അപ്പോ ഞാൻ ഇപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഗൂഗിൾ മാപ്സിന്റെ ഒരു ലിസ്റ്റിംഗ് ആണ് അന്ന് വന്നത്. അപ്പൊ അത് ഇപ്പൊ എനിക്ക് ഓക്കെ. അന്ന് ഞാൻ പറഞ്ഞ പോലെ അന്ന് അക്കൗണ്ട് ഡിസേബിൾ ആയാ പോയത്. അത് സംഭവം തിരിച്ചെടുത്തായിരുന്നു. ഇപ്പൊ ഉള്ളത് സെയിം ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഓൺ കമ്പനി ഒരുപാട് കമ്പനീസിന് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതേ ടീമുകൾ വീണ്ടും ഗൂഗിൾ ലിസ്റ്റിംഗ് ചെയ്തപ്പോഴെന്തോ ആണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയത്. അപ്പൊ ഇതേ ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഇപ്പോ ഒരേ ഷോപ്പിന്റെ തന്നെ 2 റിവ്യൂ അടക്കം ഉള്ളത് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി എന്ന് കാണിച്ചിട്ട് ഒറ്റ ഇതാക്കാനോ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? അതിന് മർജ് ചെയ്താൽ മതി. അതായത് സജസ്റ്റഡ് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത്, അല്ല ഏതാണോ മർജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് സജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് അത് ഇന്ന ബിസിനസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. സജസ്റ്റ് എഡിറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറ്റേതിനകത്തോട്ട് മർജ് ആയിക്കോളും. ഓക്കെ. ഈ ഓണർ ചെണ്ട മെയിൽ ഐ ഡിയിൽ ഒരു ബിസിനസ് മാത്രമേ ഉള്ളൂ, ലിസ്റ്റിംഗ് മാത്രമേ കിടപ്പുള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. മറ്റേ പോലും അറിയില്ല. ക്രിയേറ്റ് നമ്മളൊരു കാര്യം ചെയ്താൽ മതി. അത് ഇപ്പൊ നമുക്ക് പുറമേ നിന്ന് തന്നെ ചെയ്യാം. അതിന്റെ ആക്സസ് വേണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. അത് മാപ്പിൽ പോയി കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി അതിനകത്ത് അതിന്റെ ഒരു ചെറിയ കുറച്ച് ഭാഗം കാണിക്കും. അപ്പൊ അത് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും ആരാണെന്ന്. അല്ലെങ്കിൽ അയാൾക്കൊരു ഇത് പോവും, ഇമെയിൽ ഇത് പോവും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആക്ഷൻ എടുത്തോളും. ഓക്കെ. അല്ല, ഇമെയിൽ പോയാൽ ആരെന്ന് അറിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. കാരണം മെയിൻ ഓണർ ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഫ്രാഞ്ചൈസി കൊടുത്തതാണ്. അപ്പം ഗൂഗിൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റിംഗ് ആയിട്ട് എന്തോ ആണ് അന്ന് ഇതാക്കിയത്. തിരിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ടിൽ കൂടെയാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തത്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ 2 ലിസ്റ്റിംഗ് തന്നെ ഒരേ ബിൽഡിംഗ് ഒരേ അഡ്രസ്സിൽ 2 ലിസ്റ്റിംഗ് 2 റിവ്യൂസ്, ഒന്നിൽ 21 ഒന്ന് 400 അങ്ങനെ കിടക്കുവാണ്. അപ്പൊ 21 ആണ് നിങ്ങൾ, അതല്ലേ ഏറ്റവും കുറവുള്ളത്? അതെ, 21 നമ്മുടെ അക്കൗണ്ടിനകത്തുള്ളത്. ഈ ഓണറിന്റെ അക്കൗണ്ടിനകത്തുള്ള ലിസ്റ്റിംഗ് 400 ഉണ്ട്. അതെ 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 അതെ. അപ്പൊ 400 ചിലപ്പോ പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ 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 ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ മർജ് ചെയ്യുമ്പോൾ ചില സമയത്ത് റിവ്യൂ കിട്ടാറുണ്ട് കേട്ടോ. എല്ലാം രണ്ടും കൂടി ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ 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 ഓക്കെ. മെർജ് ചെയ്താൽ മതിയല്ലേ? മെർജ് ചെയ്യാന്ന് വെച്ചാൽ അതിനകത്ത് എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ന ബിസിനസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അതിനകത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അവർ മർജ് ചെയ്തോളൂ. ഓക്കെ 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 സർ. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ടാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്ത ആള് ചോദിച്ചോളൂ. അഭിനവേ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. സഫീറ ചോദിച്ചു. സഫീറ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ അടിയിൽ ഇതാ മൊഹ്സിനോ എന്താ അദ്ദേഹത്തിന്റെ പേര്, മുഹമ്മദ്. ഹായ്. അദ്ദേഹം ചോദിച്ചോളൂ. എനിക്ക് ആഡ്സിനെ കുറിച്ച് ഡൗട്ട് ആണ്. ഹലോ, മറ്റേ ആഡ്സിനെ കുറിച്ചിട്ട്. ആഡ്സിന് ചോദിച്ചോളൂ. അതിലൊരു എക്സ്പേർട്ടായ വ്യക്തി ഇപ്പോ വന്നിട്ടില്ല. ഇല്ല, സലീം ഉണ്ട്. ചോദിച്ചോളൂ. ഓക്കെ. എനിക്ക് ചോദിക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ നമ്മൾ പല ഒപ്പീനിയൻസ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ, ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ, അതിപ്പോൾ വാട്സപ്പ് എൻഗേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ലീഡ് ഇൻസ്റ്റന്റ് ഫോം ആണെങ്കിലും, ഈ ടാർഗറ്റിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചിലർ പറയുന്നുണ്ട് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷെ ചിലർ പറഞ്ഞാൽ എന്താ, ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാതെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ഇട്ടിട്ട് ബ്രോ പോകുന്ന പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്മെന്റിന്റെ കാര്യം വരികയാണെങ്കിലും, പ്ലേസ്മെന്റ് നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, പ്ലേസ്മെന്റ് ഒരിക്കലും അഡ്വാൻറ്റേജ് കൊടുക്കില്ല. മാനുവലായിട്ട് സെലക്ട് ചെയ്തിട്ട് ഓഡിയൻസ് നെറ്റ്വർക്കും മറ്റേ മെസ്സഞ്ചറൊക്കെ ഓഫ് ആക്കിയിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ചിലർ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് പ്ലസ് ചെയ്ത് നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു ഇത് കിട്ടും. ഈ ടാർഗറ്റിംഗ് ആണെങ്കിലും ബ്രോഡ് ആയിട്ട് കൊടുക്കുന്നതാണോ അവിടെ നല്ലത്, അതോ ഡീറ്റെയിൽഡ് ആയിട്ട്? സലീം അതിന് ആൻസർ പറയണം. അതിന്റെ മുന്നേ ഞാൻ 2-3 പോയിന്റ് സൂചിപ്പിക്കാം. സോറി. അതായത് ഈ ഒരു ആൽഗോരിതം, ഞാൻ ആൽഗോരിതത്തിന്റെ ബേസിലാണ് സംസാരിക്കുന്നത് കേട്ടോ. ഒരു ആൽഗോരിതം നിങ്ങൾ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടില് ആദ്യം ആ അക്കൗണ്ട് വളരെ വിശദമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആഡുകളുടെ ഡേറ്റ പോയിന്റുകൾ അവർ പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ. ആ ഡേറ്റ പോയിന്റുകൾ പഠിച്ചിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ട് ആണ് നിങ്ങളെ എങ്കിൽ മാത്രം നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് എന്ന് പറയുന്ന ക്യാമ്പയിന് വേണ്ടിയിട്ട് ചിന്തിക്കുക. ഡാറ്റ പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ഒരു നിഷ്ഠാണോ അല്ലെങ്കിൽ ഏത് സെഗ്മെന്റ് ആണോ അതാണ് 100% നിങ്ങൾ അതിൽ കുറച്ച് അക്കൗണ്ടുകൾ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രോഡ് ഓഡിയൻസിലേക്ക് ആദ്യം നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് ഡേറ്റ പോയിന്റുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയതിന് ശേഷം ആ ഡേറ്റ പോയിന്റുകൾ ക്ലിയർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇന്റന്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ മാത്രം
നിങ്ങൾ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റ്സ് ഉപയോഗിക്കാൻ പാടുമെന്നുള്ളതാണ് ഫേസ്ബുക്ക് തന്നെ പറയുന്ന ബെഞ്ച് മാർക്ക്. ഓക്കെ, ഫേസ്ബുക്ക് തന്നെ പറയുന്ന ബെഞ്ച് മാർക്ക് അതാണ് കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെന്ന് പെടുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ആരുമില്ല. അപ്പൊ നിങ്ങള് ഒരു ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് അല്ലെ, സോറി, നിങ്ങൾ അവിടെ ആരുമില്ല. അപ്പോ നിങ്ങൾ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ഒന്നും അവിടെ മനസ്സിലാവാതെ ആരെങ്കിലോടും നിങ്ങൾ ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കണതിനെക്കാട്ടിയും നിങ്ങൾ ഒരു നാട്ടിൽ ചെന്നിറങ്ങി അവിടെ ആ നാട് നിങ്ങൾ വ്യക്തമായിട്ട് മുന്നേ തന്നെ പഠിച്ചതിന്റെ ശേഷം നിങ്ങൾ അവിടെ എങ്ങനെയൊക്കെയെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം തമ്മിൽ വ്യത്യാസമില്ലേ? നമ്മൾ ലോജിക്കലി ചിന്തിച്ചോക്ക, അതേ ലോജിക്ക് തന്നെയാണ് ആൽഗോരിതം ഉപയോഗിക്കുന്നത്. അതേ ലോജിക്ക് ആൽഗോരിതം ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞത് ഈ പറയണതാണ്. ഇനി ബാക്കി ഇതിലുള്ള ആഡ് ചെയ്യുന്ന ആൾക്കാർ പറയട്ടെ. ഞാൻ അതിന്റെ ആൽഗോരിതത്തിന്റെ ബേസിലാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത്. ഇനി സലീമോ അതിൽ ബാക്കിയുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പറഞ്ഞു കൊടുത്താണ്. ഓക്കെ, ഈ ഒരു ഏഡിന്റെ കേസിലും ആ രീതി തന്നെയാണ് എനിക്കും റിസൾട്ട് ഉണ്ടാകും. ഞാൻ ഈ ഒരു അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു കറക്റ്റ് ഒരു കൃത്യമായ ഒരു ഡാറ്റ അല്ലെങ്കിൽ അറൗണ്ട് ഒരു 6 month ഒരു ആഡ് അക്കൗണ്ടിൽ ഒരു നിഷിന് വേണ്ടി ആഡ് ചെയ്താലാണ് എന്റെ അഭിപ്രായത്തിൽ കറക്റ്റ് ഒരു ഡാറ്റാസ് കിട്ടും. ആ അതാണ് അതിന്റെ ലോജിക്ക് ഞാൻ മനസ്സിലാക്കിയല്ലോ. അപ്പൊ അത് എനിക്കിത് തോന്നിയ സഫ്വാൻ ഇപ്പൊ ചോദിച്ചപ്പോ ഞാൻ പറയാണ്, ഞാനൊരു ഏജൻസിയിൽ ഒരിക്കൽ പോയ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ചെന്നിരുന്നപ്പോ ഞാനിങ്ങനെ നോക്കിക്കുമ്പോണ്ട് കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ ആഡ് സെറ്റ് എടുക്ക്, അഡ്വാൻറ്റേജ് പ്ലസ് കൊടുത്തുവിടുക കഴിഞ്ഞു. അപ്പൊ ഞാന് ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, എനിക്കിതൊന്നും മനസ്സിലാവാതെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഒരു ലേൺഡ് അക്കൗണ്ട് ആണോ? അതിന്റെ ആവശ്യം എന്താ? ലേൺഡ് അക്കൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല, അഡ്വാൻറ്റേജ് കൊടുത്താളിന്ന്. അഡ്വാൻറ്റേജ് കൊടുത്താളിന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പിന്നെ അവിടെ സംസാരിക്കാൻ നിന്നില്ല. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയതിന്റെ ശേഷം ഒരാളോട് ചോദിച്ചു, ഇതൊരു ശരിയായ നടപടി അല്ലല്ലോ, ഇതെങ്ങനെ ശരിയാവുക? കാരണം എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ അക്കൗണ്ടിന് എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു ഡേറ്റ പോയിന്റിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുക? അപ്പൊ പറഞ്ഞ് അത് സാറൊന്നും ഉണ്ടണ്ട, അത് നടക്കില്ല. പിന്നെ പക്ഷെ അവരങ്ങനെ ചെയ്യണമെന്ന് തന്നെ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു അത് ശരിയാവുന്ന നടപടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഇനി ഏത് ലേൺഡ് അക്കൗണ്ട് ആണെന്നും വിചാരിക്കുക. ഓക്കെ, ആ ലേൺഡ് അക്കൗണ്ട് ആണെങ്കിലും ആ അക്കൗണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പെയ്ഡ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ 70% കെടുക്കുന്ന നിങ്ങൾ ക്രിയേറ്റീവിന്റെ മുകളിലാണ്. നിങ്ങൾ ക്രിയേറ്റീവിന്റെ പ്ലേസ്മെന്റുകൾ നിങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ ക്രിയേറ്റീവ് കൊടുക്കുക. അതായത് നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ അസറ്റ് അതേപോലെ തന്നെ നിങ്ങൾ DPA ഡൈനാമിക് പ്രൊഡക്റ്റ് ആഡിന് വേണ്ടി കൊടുക്കുന്ന കരോസൽ അസറ്റ്, സിംഗിൾ പോസ്റ്റർ അസറ്റ്, അതേപോലെ തന്നെ ഈ പറയുന്ന വീഡിയോ, പിന്നെ വീഡിയോ കരോസല്, അതുപോലെ തന്നെ സിംഗിൾ പോസ്റ്റർ. ഈ പറയുന്ന 3 അസറ്റുകളും വളരെ കൃത്യമായ രൂപത്തിൽ ഒരു ഫണല് ഉണ്ടാക്കിയിട്ട് ആ ഫണലിൽ എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾ ക്ലയന്റിനെ നേർച്ചർ ചെയ്യണമെന്നുള്ളതും കസ്റ്റമറിനെ നേർച്ചർ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ആഡ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോ ചിലര് പറയും നമ്മൾ ഒരു പുതിയ അക്കൗണ്ടാണ്, ആ അക്കൗണ്ടിന്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യാം. ഞാൻ പറയാ എന്താ വെച്ചാൽ അതൊരു നല്ല പ്രവണത അല്ല എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഒരു പരിചിതമായ ഒരു കൂട്ടരുടെ ഇടയിലേക്ക് നിങ്ങൾ ചെന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ ആൾക്കാർക്ക് എന്താ തോന്നുക? ഓക്കെ, ഇയാളെ മുന്നേ തന്നെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഇയാളെ അതുകൊണ്ട് നമുക്കൊന്ന് പരിഗണിക്കാം. അതേപോലെ തന്നെ ആഡിന്റെ കാര്യം. കാരണം നിങ്ങൾ ആഡ് കണ്ടിട്ട് നേർച്ചർ ചെയ്ത് ആ നേർച്ചർ ചെയ്തൊരു കൂട്ടി ചെന്നാലോ അതിന് ഒന്നുകൂടി സ്വീകാര്യത കിട്ടും. പിന്നെ ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ എൻഗേജ്മെന്റ് ക്യാമ്പയിന്, ട്രാഫിക് ക്യാമ്പയിന്, പിന്നെ വീഡിയോ ക്യാമ്പയിന്, ഓക്കെ, ഈ 3 ക്യാമ്പയിനും ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ സഫ്വാൻ പറഞ്ഞതുപോലെ ഒരു 6 മാസമോ 4 മാസമൊക്കെ കുറച്ച് അധികം പൈസക്ക് ചെലവാക്കിയ ആഡ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റം ഓഡിയൻസ് വെച്ചിട്ട് ഈ ഒരു വിഷയത്തിനെ വളരെ വൃത്തിക്ക് ഉപയോഗിക്കാൻ ചിന്തിക്കണം. കാരണം കസ്റ്റം ഓഡിയൻസ് ആണ് ഒന്നും കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റ പോയിന്റുകൾ ഒന്നും കൂടി പോസിറ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധ്യത ഉള്ളത്. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ഇന്ററാക്ഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് 3 KPIs മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് ആ 3 KPIs? ഒന്ന് നമ്മുടെ CPM കോസ്റ്റ്, ഒന്ന് CTR കോസ്റ്റ്, ഒന്ന് CPL കോസ്റ്റ്.
ഈ 3 കോസ്റ്റും നമുക്ക് കൺട്രോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് നമുക്കൊരു കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാവണം. ഇന്ന് ChatGPT അല്ലെങ്കിൽ ഈ പറയുന്ന LLM മോഡലുകളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മീഡിയ പ്ലാൻ ഉണ്ടാക്കുന്നത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതിന് കൃത്യമായ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇപ്പോ ഒരു മീഡിയ പ്ലാനർ 5 വർഷം 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ചിന്തിക്കണ പോലത്തെ ഒരു മീഡിയ പ്ലാൻ നിങ്ങളെ തലയിലേക്ക് വരും. ആ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡിയ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്ന രൂപത്തിലേക്കാണ് ആ സാധനത്തിനെ കൊണ്ടുപോകേണ്ടത്, ഇന്ന രൂപത്തിൽ ഇന്ന ഘട്ടത്തിൽ ഞാൻ സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, നിങ്ങളെ ആഡ് ഫ്ലോന്റെ സ്ട്രാറ്റജി, നിങ്ങളെ KPIs, നിങ്ങളെ പിന്നെ മെട്രിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്കിൽ കിട്ടും. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഇപ്പോ ഒരുപാട് സുഹൃത്തുക്കള് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബിലുള്ള കമ്മ്യൂണിറ്റിയിലും ഡിജിറ്റൽ ബൈറ്റ്സിലുള്ള കമ്മ്യൂണിറ്റിയിലും കൊമേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കിതിൽ അറിയില്ല. കാരണം ഞാൻ ഈ 2 ഗ്രൂപ്പിലും സജീവമായിട്ടുള്ളതാണ്. ഒന്ന് കാർത്തിക് സാറും ശ്യാം സാറും തുടങ്ങിയ ഗ്രൂപ്പും, ഒന്ന് ഞാൻ തുടങ്ങിയ വിനീതനായ ഞാനും തുടങ്ങിയ ഗ്രൂപ്പ്. അപ്പോ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ വരുന്ന ഇതിൽ വലിയ ഒരു ശതമാനം ആൾക്കാർ ഉദ്യോഗാർത്ഥികളാണ്, അഥവാ കുട്ടികൾ പഠിച്ചിറങ്ങി ജോലി അന്വേഷിക്കുന്നവരും ജോലിയിൽ പുതുതായിട്ട് കയറിയ ആൾക്കാരുമാണ്. ഇതിൽ വലിയൊരു ശതമാനം ആൾക്കാർ ഗൾഫിലേക്ക് ജോലിക്ക് കയറി പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാൻ 2-3 പോയിന്റുകൾ നിങ്ങളെ മുന്നിൽ ഉപദേശമായിട്ട് എടുത്താൽ മതി. ഞാൻ പറയാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോണ സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങളാണ്ട് പോണ്ട. നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ പണി കിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഞെട്ടലൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ കാര്യമാണ് പറഞ്ഞത്. കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ്ബുക്കിന്റെ, കാരണം ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലും ഓർഗാനിക് ട്രാഫിക്കിനെക്കാട്ടിയും കൂടുതൽ ഇൻഓർഗാനിക് ട്രാഫിക് കിട്ടാനുള്ള തരത്തിലാണ് കമ്പനികൾ നിങ്ങളോട് വ്യഗ്രത കാട്ടുക. വ്യഗ്രത എന്ന് വെച്ചാൽ അവർ ധൃതി പിടിക്കുക ആ വിഷയത്തിന് വേണ്ടിയിട്ടാണ്. അവർ പറയും, SEOന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ മാന്യമായ, വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന കുറച്ച് കമ്പനികൾ അവിടെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ച് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ചും കൂടി പെയ്ഡ് ആഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് ആഡ്സും, മെറ്റയാണെങ്കിൽ ബിഹേവിയർ ടാർഗറ്റിങ്ങിന് മെറ്റയും ഇന്റർ ടാർഗറ്റിങ്ങിന് ഗൂഗിളും കൃത്യമായിട്ട് അറിയണം എന്നൊരു കാര്യമുണ്ട്. അപ്പോ നിങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ചോദ്യത്തിൽ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, എന്താണ് കമ്പനി പറഞ്ഞ ബെഞ്ച് മാർക്ക്, അത് നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇതുപോലത്തെ ഡിസ്കഷൻസ് ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലും അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ നടക്കുന്ന ഗ്രൂപ്പുകളിലും റെഡിറ്റിലും ഡിസ്കോഡിലും ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നിടത്തൊക്കെ നിങ്ങൾ പോയിട്ട് ചെവി വെച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് നമ്മളെ തലയിൽ വരും. ആ ഐഡിയാസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, ഇത് നടക്കില്ല, ഇത് നടക്കില്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ ഇനി. കാരണം അത് അങ്ങനെ വെച്ച് പോയാൽ മാത്രമാണ് വളരെ പെട്ടെന്ന് നമുക്കൊരു വളർച്ച കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. ഇനി സലീമിന് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇന്ന് ഷെബിൻ ഈ ഗ്രൂപ്പിലില്ല, നിർഭാഗ്യവശാൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. കാരണം ഷെബിൻ ഉണ്ടെങ്കിൽ ഇത് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ്, അർഹതപ്പെട്ട ആളുമാണ്. ഷെബിൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. അത് പറഞ്ഞപ്പോഴേ ഷെബിൻ പറഞ്ഞൊരു കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കട്ടെ. ലത്തീഫ് സാർ, ഷെബിൻ clear ആയി. നമ്മളുമായിട്ട് ഒരു ദിവസം ചർച്ച ചെയ്തപ്പോഴേ ഷെബിൻ പറഞ്ഞൊരു കാര്യം, പേഴ്സണൽ ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് പറയണേ. അതായത് ഇപ്പൊ ഡീറ്റെയിൽ ടാർഗറ്റിംഗിലേക്ക് പോകുന്നു. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണ്. പക്ഷെ ഞാൻ SEO ആണ് എന്റെ ഒരു ഏരിയ എന്ന് വിചാരിക്കാം. ഇപ്പോ ബാക്കി ഇതിനകത്ത് സഫീർ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ SEOയിൽ തന്നെ അതിനകത്ത് വേറെ പല ആളുകളും ഉണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് SEOയിലുള്ള പല ആളുകളുടെ ഇടയിലേക്കാണ് ഇത് പോകുന്നത്. പക്ഷെ ക്രിയേറ്റീവില് സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റീവിലാണ് നിങ്ങളൊരു എന്താ പറയാ, ഒരു സൈക്കോളജിക്കൽ ടാർഗറ്റിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അൽഗോരിതം തീർച്ചയായിട്ടും ആദ്യം കൊണ്ടുപോയിട്ട് കാണിക്കുന്നത് ആരെയായിരിക്കും? ഈ പറഞ്ഞ പോലെ SEO ഉള്ള ആളുകളെയാണ് നിങ്ങൾ ക്രിയേറ്റീവിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളായിരിക്കും മിക്കവാറും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അൽഗോരിതം അതിനനുസരിച്ചിട്ട് അത്തരം ആളുകളെ വീണ്ടും കൊണ്ടുപോയി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ബ്രോഡ് ടാർഗറ്റിംഗിലേക്ക് കൊണ്ടുപോകണം എന്നത് പറയുന്നത്. ആക്ച്വലി ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുള്ളത്. പോയിന്റ് വളരെ
കറക്റ്റ് ആണ്. അത് ഈ ഒരു സംഭവത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ക്വസ്റ്റിനെ ചോദിച്ചത്. കാരണം ചിലരോട് ഞാൻ കേട്ടിട്ടുണ്ടായത് നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവ് എന്ന് ഓട്ടോമാറ്റിക് ഇപ്പോൾ AI ബേസ്ഡ് ആണ് ഒരു ഇതുള്ള അഡ്വർടൈസ്മെന്റ് മറ്റേടെ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഡൈനാമിക് ഇത് വരികയാണെങ്കിലും അപ്പോൾ ആ ക്രിയേറ്റീവ് നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ഡാറ്റ എടുത്തിട്ട് ഓഡിയൻസിനെ വില ഫെച്ച് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം അത് വാസ്തവമാണല്ലോ എത്രത്തോളം ഇതാണ്. അല്ല അവിടെ അത് ശരിയാണ്. മുഹമ്മദ്, അത് ശരിയാണ്. ഞാൻ പിന്നെ രണ്ടാമത്തെ ഞാനൊരു ഒരു കാര്യം ഈ ക്രിയേറ്റീവ് സാറ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാനൊരു ആഡ് ചെയ്ത കാര്യം പറയാം. ഞാൻ ആക്ച്വലി ഒരു വലിയൊരു ടൈൽസ് ബ്രാൻഡിന്റെ ആഡ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആകെ കൊടുക്കുന്നത് ഏജ് 25 ഞാൻ കൊടുക്കാറില്ല, 30+, പിന്നെ ഒരു 65 വരെ പോകും. കാരണം എന്ന് വെച്ചാൽ ആളുകൾ വീട് വെക്കുന്നത് റിട്ടയർ ചെയ്തതിന് ശേഷം വീട് വെക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ 65 വരെ പോകും. പക്ഷെ അതിനകത്ത് ലേഡീസിനെ ഞാൻ ഉൾപ്പെടുത്താറില്ല. കാരണം വെച്ചാൽ അവർ മിക്കവാറും ആ പർച്ചേസിങ് ബിഹേവിയർ അല്ലെങ്കിൽ അത്തരം കേരളത്തിൽ അറിയാലോ, ഇപ്പൊ ടൈലൊന്നും വാങ്ങുന്നതിൽ ഡിസിഷൻ അവർ അങ്ങനെ എടുക്കാറില്ല. ആകെ ഈ സംഭവം മാത്രമാണ് ഞാൻ കൊടുക്കുന്നതിനകത്ത്, വേറെ ഒന്നും കൊടുക്കാറില്ല. പക്ഷെ അത് നല്ല രീതിയിൽ അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ റിസൾട്ട് തന്നൊരിതായിരുന്നു. അതിനു മുമ്പ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഈ പറഞ്ഞ പോലെ ഹോം പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ആക്ച്വലി ഇത് ചെയ്തിരുന്നു. പക്ഷെ അത് ആ സമയത്ത് പെർഫോമൻസ് വളരെ കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പോയി, ടാർഗറ്റിങ്ങിലേക്ക് പോയി. ഈ സംഭവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ക്രിയേറ്റീവിൽ കറക്റ്റായിട്ട് ടൈൽസിന്റെ ബ്രാൻഡാണ് എന്നുള്ള രീതി, അതും പ്രീമിയം ടൈൽസ് ആണ്, ആ ബ്രാൻഡ് എന്നുള്ള രീതിയിലേക്ക് പോയ സമയത്ത് അത് കറക്റ്റായിട്ട് വരുന്ന ലീഡിനെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിനോട് യോജിക്കുന്ന പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ഈ AI കണ്ടന്റ്. അതായത് ഈ കണ്ടന്റിന്റെ വിഷയത്തിൽ ഇനി 2-3 പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ 3 ടൈപ്പ് ഓഡിയൻസ് ആണ് ഈ ലോകത്തിലുള്ളത്. ഒന്ന് പ്രോബ്ലം അവെയർ എന്ന് പറയും, അൺഅവെയർ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം കാര്യത്തെക്കുറിച്ച് അറിയാം പക്ഷെ സൊല്യൂഷൻ അറിയില്ല. നമ്മൾ അങ്ങനത്തെ ഒരു ഡയസ്പോറ അല്ലെങ്കിൽ ഒരു ബയർ പെർസോണ ഏത് ക്രിയേറ്റീവ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മുടെ മൈൻഡിൽ വേണം. ആ ക്രിയേറ്റീവിന് മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ക്രിയേറ്റീവ് ഉണ്ടാക്കാൻ. കാരണം ഈ ക്രിയേറ്റീവ് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇന്ന് കണ്ടന്റ് പ്ലാഗിയറിസം എന്ന് പറഞ്ഞത് വളരെ വിപുലമായ രീതിയിൽ നടക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. കാരണം AI വന്നതോടുകൂടി കണ്ടന്റ് ഏതൊരു മനുഷ്യർക്കും എന്ത് രീതിയിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആൽഗോരിതത്തിന് ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള പാറ്റേൺ കിട്ടാതാവാനുള്ള കാരണം എന്താ വെച്ചാൽ, വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിമിലർ കണ്ടന്റുകൾ ഒരുപാട് ഡിഫറൻസിയേഷൻ ഇല്ലാതെ ഈ പറഞ്ഞ ആഡുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്താ വെച്ചാൽ അവരൊരു ഇറ്ററേഷൻ മാർക്ക് വെച്ചിട്ട് ഈ പറയുന്ന ക്വാളിറ്റി, അവർക്ക് റെലവൻസി സ്കോർ എന്നിട്ടൊരു സ്കോർ ഉണ്ട്. ആ സ്കോർ വെച്ചിട്ട് ഈ സാധനം ഇല്ലാത്ത കണ്ടന്റുകളെ കംപ്ലീറ്റ് അവർ തട്ടും. അവർ CPM ഇംപ്രഷൻ അതിന് കൂട്ടും. CTR കുറയാണ് സാധാരണഗതി ചെയ്യുക. കാരണം ഓഡിയൻസിന് ഫെറ്റീഗ് വരും. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ക്രിയേറ്റീവിൽ വളരെ കൃത്യമായ എത്ര ആൾക്കാർ ഈ ഗ്രൂപ്പിലുള്ള ഒരു ആഡ് ചെയ്യുന്നതിന്റെ, ഞാൻ വലിയ കമ്പനിയിൽ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ മുന്നിൽ ഷെയർ ചെയ്യുക. അവര് ഒരു കമ്പനിയുടെ ക്യാമ്പയിന് കൈ കിട്ടിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു മാസം ടു 1.5 മാസം മുന്നേ തന്നെ ക്യാമ്പയിൻ എക്സിക്യൂഷൻ ചെയ്യുന്നതിന്റെ മുന്നേ കൃത്യമായ രൂപത്തിൽ ഇതിന്റെ ഓരോ ഇറ്ററേഷൻ സ്കോപ്പും അവർ ടെസ്റ്റ് ചെയ്യും. അവർ ടെസ്റ്റ് ചെയ്തതിന്റെ ശേഷം ആ ടെസ്റ്റ് ചെയ്തിട്ട് വളരെ കൃത്യമായ രൂപത്തിൽ ഏത് ക്യാമ്പയിനിൽ എത്ര ആഡ് സെറ്റുകൾ എങ്ങനെ വൃത്തിക്ക് നടക്കും എന്നുള്ള A/B ടെസ്റ്റ് നടത്തിയിട്ടാണ് അവരൊരു ക്യാമ്പയിൻസ് റൺ ചെയ്യുക. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പെർഫോമൻസ് മെട്രിക്കുകളിലൊക്കെ എല്ലാ KPIസും അവർക്ക് മെഷർ ചെയ്യുന്നത് വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം നല്ല ശ്രദ്ധിച്ചോളേണ്ടിയും എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ബെഞ്ച് മാർക്ക് റിപ്പോർട്ടുകൾ വളരെ കൃത്യമായ രൂപത്തിൽ വായിക്കുക. ബെഞ്ച് മാർക്ക് റിപ്പോർട്ടുകൾ വായിച്ചാൽ മാത്രമേ, ഇപ്പൊ ഇന്നലെ നമ്മുടെ ഏതൊരു ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അത് ചോദിച്ചപ്പോൾ പറയാണ്. ഒരാൾ ചോദിച്ചു, UAE എന്ന് പറയുന്ന സ്ഥലത്ത് ലീഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് മൂപ്പര ചോദ്യം. അപ്പൊ ആള് അപ്പൊ തന്നെ പറയുന്നത്, ഞാനൊരു ഫ്രഷറാണ്, എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ABCD അറിയില്ല. ഞാൻ അപ്പൊ പറഞ്ഞു, കുട്ടിയേച്ച് ബെഞ്ച് മാർക്ക് റിപ്പോർട്ട് വായിക്കുന്നു. ഞാൻ പിന്നോട് പറഞ്ഞു എനിക്ക് ആ സാധനം അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ സാധനം അവിടെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോ പിന്നെ പുള്ളിയുടെ റിപ്ലൈ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ്, ഏത് ഇൻഡസ്ട്രിയിലും ഫേസ്ബുക്കിന് ഒരു ഡിഫൈൻഡ് ബെഞ്ച് മാർക്ക് റേറ്റ് എല്ലാത്തിനും ഉണ്ട്. ഇന്ന ഇൻഡസ്ട്രിയിൽ ആഡ് വിട്ട് കഴിഞ്ഞാൽ ഇത്രയായിരിക്കും സാധാരണ CPM വരാൻ ചാൻസ് ഉള്ളത്, ഇത്ര ആയിരിക്കും CTR വരാൻ ചാൻസ് ഉള്ളത്, ഇത്ര ആയിരിക്കും കൺവേർഷൻ
വരാൻ ചാൻസ് ഉള്ളത്. ഇത് അവർ പറയും, ഇതില് അപ്പൊ തന്നെ അവർ പറയും എന്തെന്ന്, നിങ്ങളെ ക്രിയേറ്റീവ് നന്നാവുകയാണ്, നിങ്ങളുടെ ഡെലിവറി പോയിന്റ് നന്നാവുകയാണ്, നിങ്ങളുടെ ലാൻഡിംഗ് പേജ് നന്നാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മാറും എന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചാൽ എന്നുള്ളതാണ്. ഇനി സലീം പറഞ്ഞോളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡിജിറ്റൽ ടാർഗറ്റിംഗ് ഞാനിപ്പോ റീസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്യാമ്പയിൻസിനും നമ്മൾ ജനറിക് ഓഡിയൻസിലേക്ക് അധികം പോകുന്നത്. അത് നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ, എന്നിട്ട് അതും രണ്ടും കൂടി അതിന് സൊല്യൂഷൻ പറഞ്ഞാൽ മതി. ഓക്കെ, മുഹമ്മദ് പറഞ്ഞോളൂ. ഇതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ പല ക്യാമ്പയിൻ ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ റിസൾട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പയിൻ ചിലപ്പോൾ സ്കെയിൽ ചെയ്യും മറ്റേ ഹയർ ബഡ്ജറ്റിലേക്ക്. അപ്പോൾ ഒരു അധികം ഓവർ ബഡ്ജറ്റ് ഒരു ക്യാമ്പയിൻ ഇട്ടിട്ട് കാര്യമുണ്ടോ? അതോ അതിനൊരു അപ്രോപ്രിയേറ്റ് ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഉണ്ടോ? അതല്ലാതെ കൂടുതൽ ബഡ്ജറ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ലീഡ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ആ സ്കെയിലിങ്ങിന്റെ എന്തെങ്കിലും പെർസ്പെക്റ്റീവ് അതും കൂടി ഒന്ന് പറഞ്ഞാൽ. അതായത് ഓഡിയൻസ് കൊടുക്കുമ്പോൾ അത് നമ്മൾ ടാർഗറ്റ് ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ നമുക്ക് അത്യാവശ്യം ഓഡിയൻസ് സൈസ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2-3 ടെസ്റ്റ് എടുക്കാം ക്രിയേറ്റീവ് ഓഡിയൻസ് ബേസിൽ. എൻ്റെ ഒരു സജഷൻ ആണ്. പക്ഷെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ ജനറൽ ഓഡിയൻസിലേക്കാണ്. അതായത് ജസ്റ്റ് ഏജ് മാത്രം കൊടുക്കും, ലാംഗ്വേജ് മലയാളം കൊടുക്കും, എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ലൊക്കേഷൻ സിറ്റീസ് കൊടുക്കും. നമ്മൾ ഓൾ കേരള ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈവൺ നമ്മൾ പല കോളത്തിലും ആൻസെറ്റ് ഡിഫറൻസ് ചെയ്യാൻ വേണ്ടി ചിലതിൽ സിറ്റീസ് കൊടുക്കും, ചിലതിൽ കോമൺ ആയിട്ട് കേരളം മൊത്തം കൊടുത്തിട്ട് എങ്ങനെ ചെയ്യും. നമ്മൾ 70% നമ്മൾ പറഞ്ഞ പോലെ തന്നെ 70 or 80% നമുക്ക് ലീഡുകളൊക്കെ അല്ലെങ്കിൽ കസ്റ്റമർ എൻക്വയറി ക്രിയേറ്റീവിൽ എന്ത് മെസ്സേജ് ഹുക്ക് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള സാധനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ക്രിയേറ്റീവിൽ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ ആരാണോ ആ ക്രിയേറ്റീവ് എൻഗേജിങ് ഓഡിയൻസ് ആ ഒരു തരത്തിൽ ലീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബേസിൽ ക്വാളിറ്റി തന്നെ കിട്ടുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എസ്പെഷ്യലി നിങ്ങൾ പുറത്തോട്ട് ചെയ്യാണ് GCC ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ ഡീറ്റെയിൽ ടാർഗറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾ CPM കൂടും, നിങ്ങളുടെ ലീഡ് കോസ്റ്റ് കൂടും. അവിടെ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ജനറൽ ഓഡിയൻസ് തന്നെ ഇതേപോലെ ലാംഗ്വേജ് മാത്രം കൊടുക്കും. എന്നിട്ട് ക്രിയേറ്റീവിൽ പരമാവധി നമ്മളെ മലയാളത്തിന്റെ വീഡിയോ കൊടുക്കുന്നത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ ആ കൊടുക്കുന്നതിൽ ഒരു 2-3-4 ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഡൈനാമിക് ആയിട്ട് വർക്കൗട്ട് ചെയ്തോട്ടെ കരുതിയിട്ട്. പിന്നെ വീഡിയോയിൽ ആ കറക്റ്റ് ഹുക്ക്, ആ പെയിൻ പോയിന്റ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് വേരിയൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുന്നിടത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ റീസെന്റ് നമ്മൾ പുതിയൊരു ആഡ് അക്കൗണ്ടിൽ ടെസ്റ്റ് ചെയ്തു, ഈ പർപ്പസിന് ടെസ്റ്റ് ചെയ്തു. ഒരു ക്യാമ്പ് നമ്മൾ ഒരു ബേസിക് ഒരു 30 to 40 ദിർഹംസിൽ തുടങ്ങി. UAE അക്കൗണ്ട് ആയിരുന്നു. നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ ഒരു 3 to 4 days കഴിയുമ്പോൾ CPL കൺട്രോൾ ആണെങ്കിൽ മാത്രം 20 to 25% മാത്രം കൂട്ടി ഒരു ക്യാമ്പ് അങ്ങനെ പോയി നോക്കിയിരുന്നു. പിന്നീട് നമ്മൾ ബിസിനസ് പർപ്പസ് നമുക്ക് കുറച്ച് ലീഡുകൾ കൂടുതൽ വരേണ്ട സാഹചര്യം വന്നു. ഭയങ്കര പ്രഷറായി. സോ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ നിവർത്തില്ല. അപ്പൊ നമ്മൾ വേറെ അടക്കൗണ്ടും വേറൊരു ക്യാമ്പയിൻ ഇട്ടു. അതിൽ ബഡ്ജറ്റ് ഇതേപോലെ കുറച്ച് കൂട്ടിയിട്ടു. നോർമലി ഉള്ള ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ബഡ്ജറ്റ് ആ ക്യാമ്പയിൻ ഇട്ടപ്പോൾ ഞാൻ കണ്ടത് ആ ഒരു ക്യാമ്പയിൻ CPL കൂടുതലായിട്ടാണ് കമ്പയർ ടു പ്രീവിയസ് നമ്മൾ ഗ്രാജുവലി കൊണ്ടുവന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇത് തന്നെ ഇനീഷ്യലി തന്നെ നല്ല CPL വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് അത്രയുള്ള കൺസേൺ അല്ലാത്തത് കൊണ്ടും ലീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊണ്ടും ക്യാമ്പയിൻ ഓഫ് ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ ക്രിയേറ്റീവ് വീണ്ടും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ CPL കുറക്കാനല്ലേ. സോ ഇപ്പോൾ ബഡ്ജറ്റ് നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടുകയാണെങ്കിലും അത് ക്യാമ്പയിൻ ഓഫീസിനെ ബാധിക്കും. നിങ്ങൾ 2 to ഞാൻ മിനിമം പറയുന്നത് 2 to 3 അല്ലെങ്കിൽ 4 days നോക്കിയിട്ട് ആ ഒരു ദിവസത്തിനിടയിൽ നമ്മൾ CPL നമുക്ക് ഓക്കെ ആണെങ്കിൽ വീണ്ടും 20% കൂട്ടി നോക്കുക. എന്നിട്ടും 2 to 4 days നോക്കിയിട്ട് അവിടെ നമുക്ക് CPL കുറേ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ പോകണമെങ്കിൽ നമുക്ക് വീണ്ടും 20% കൂട്ടാം. ആ സമയത്ത് നോക്കണം ക്രിയേറ്റീവ് ഫെറ്റിക് ആവേണ്ട നോക്കും വേണം. ക്രിയേറ്റീവിന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യണം. ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നതനുസരിച്ച് ക്ലിക്ക് ത്രൂ റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നതെന്ന് നോക്കുക. സോ ഇതെല്ലാം കൺസിഡർ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഫണ്ട് കൂട്ടാം. അല്ലെങ്കിൽ അടുത്ത ക്രിയേറ്റീവ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ അടുത്ത ക്രിയേറ്റീവും ക്യാമ്പയിൻ പെർഫോമൻസിന് കൂടെ തന്നെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഒരു ഏകദേശം അപ്രോപ്രിയേറ്റ് CTR എന്ന് പറഞ്ഞ എത്ര ഒരു ആവറേജ്? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ചോദിക്കുന്നവര് നാട്ടിലുള്ളതാണോ ചോദിക്കുന്നത്? ആഡ് ഏകദേശം ഡൗട്ട് വന്നത് നാട്ടിൽ ആഡ് ചെയ്യുന്ന സമയത്താണോ GCC ചെയ്യുന്ന സമയത്താണോ എന്ന് പറയാമോ? കേരളത്തിലാട്ടോ, കേരളത്തിൽ ആഡ് ചെയ്യുന്ന ടൈമിലോ? ഓക്കെ. വേറെ ചോദിച്ചിരുന്നല്ലേ ശിബിലിന്റെ കൂടെ? ഞാൻ CP നമ്മളൊരു ക്രിയേറ്റീവിന്റെ ഇത് നമ്മൾ മെട്രിക്കായി കണക്കൂടെ CTR വെച്ചിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഒരു ആവറേജ് ഒരു ക്രിയേറ്റീവ് ഓക്കെ എന്നുള്ള പറയാൻ ഒരു CTR എത്രയ്ക്കാരം ഒരു ആവറേജ്? ഇപ്പൊ എനിക്ക് ഞാൻ ആഡ് റൺ ചെയ്യുമ്പോൾ 1.84, 2.64 ഏറ്റവും ടോപ്പ് കിട്ടിയത് ഒരു
2.86 ഒക്കെയാണ്. ഞാൻ അതിന് CTR അത്യാവശ്യം ഏതാണ് എടുക്കാറ്? CTR ലിങ്ക് ക്ലിക്ക് ഉണ്ട്, CTR ഓൾ ഉണ്ട്. ഏതാണ് എടുക്കാറ്? CTR ഓൾ. ഞാൻ പൊതുവെ കൺസിഡർ ചെയ്ത് നമുക്ക് ലിങ്ക് ക്ലിക്ക് അത്രമാത്രം വരുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റീവിൽ ഇപ്പോൾ ആളുകൾ സീമോർ അടിച്ചാലും അല്ല ആഡിന്റെ എവിടെ ക്ലിക്ക് ചെയ്താലും അത് ക്ലിക്കായിട്ട് കൺസിഡർ ചെയ്യും. ബട്ട് നമുക്ക് വേണ്ടത് അല്ലാതെ ലിങ്ക് ക്ലിക്ക് സലീം പറഞ്ഞ പോലെ ലിങ്ക് ക്ലിക്ക് എടുക്കുക നല്ലത്. അതാണ് better മറ്റതിനോട് അല്ലേ? എനിക്ക് അത്ര യോജിപ്പില്ല. മറ്റേ യോജിപ്പില്ല. മറ്റേ ഭയങ്കര CTR കാണിക്കും, ഒക്കെ കാണിക്കും. അതാ ചോദിച്ചത്. പർപ്പസ് ഇല്ല, ഭയങ്കര വരുന്നില്ല. പകരം ഞാൻ ആകെ ഫോക്കസ് ചെയ്ത് CTR ലിങ്ക് ക്ലിക്ക് മാത്രം എടുക്കും. അത് Link വെച്ചിട്ട് നമ്മൾ click ഒരു ആവറേജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നിയത് എത്ര CTR എന്നറിയിക്കാം. അത് ഏത് നീഷാണ്? അതെ, ഒരു ഫാഷൻ നീഷ് ഏതാണ്? ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് ആണെങ്കിൽ ഏത് നീഷ് മീൻസ് ഏത് ഫാഷൻ സോറി കേട്ടില്ല. ഫാഷൻ ഫാഷനോ? ആ. ഓക്കെ. അതായത് അപ്പാരൽസ് വരും, ക്ലോത്തിങ് ആ ഒരു സെഗ്മെന്റ്. എന്താ പ്രൊഡക്റ്റ്? അതിന് അപ്പാരൽസ്, ക്ലോത്തിങ് പ്രൊഡക്ട്സ്. സലീമിന് എന്ത് തോന്നുന്നു? ആരുടെ പ്രൊഡക്റ്റ്? ജെൻസ് ആണോ വുമൻസ് ആണോ ഗേൾസ് ആണോ? മീൻസ് വുമൻസ് ഒക്കെ അത്യാവശ്യം ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതൽ വേണ്ടല്ലേ? ഐ ഡോണ്ട് എക്സ്പെക്ട് മച്ച് തിങ്. എത്ര കിട്ടിയെന്നാ പറഞ്ഞേ? 1.84. നമ്മൾ നോർമലായിട്ട് ആവറേജ് ഒരു 1.84 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും ടോപ്പ് ആയിട്ട് ചില ദിവസങ്ങളിൽ ഒരു 2.36 2.84 വരെ ഒക്കെ പോകും. മിനിമം 2.36 ഒക്കെ ആണെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിന് ഏകദേശം അപ്രൂവ്ഡ് റേറ്റ് ആണ്. 2 അബോവിന് കിട്ടണം ഐ തിങ്ക്. ഞാൻ അങ്ങനെ CTR ഓടുകയാണെങ്കിൽ മിനിമം ഒരു 2 അബോവ് CTR കിട്ടണം. എന്നാലുള്ള ക്രിയേറ്റീവ് വർക്ക് ആവുന്നത് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വെക്കുന്ന ബെഞ്ച് മാർക്കാണ് 2 അബോവ് എന്നുള്ളത്. CTR ഓൾ ട്ടോ. നമ്മൾ CTR മറ്റേ ലിങ്ക് ക്ലിക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ര കിട്ടാറില്ല ഓഫ് കോഴ്സ്. പക്ഷെ നമ്മൾ നോക്കും ആ വരുന്ന ഓഡിയൻസും നമുക്ക് കൂടുതൽ ക്ലിക്ക് വേണമെന്നില്ല. നമുക്ക് വരുന്ന എൻക്വയറികൾ ഓക്കെ ആണെങ്കിൽ പിന്നെ ഡാറ്റ അങ്ങോട്ട് സെർവ് ചെയ്തോളാം. നമ്മുടെ ഓഡിയൻസ് അവിടെ സെറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അത് ബണ്ടിൽഡ് ഓഫറോ ഡിസ്കൗണ്ട് ഓഫറോ ഒക്കെ കൊടുത്തോടത്താണോ അത് കിട്ടിക്കണേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ആണോ ശിബിലി? ഹലോ, നിന്റെ ക്രിയേറ്റീവില് ബണ്ടിൽഡ് ഓഫറോ ഡിസ്കൗണ്ട് ഓഫറോ ഇയർ എൻഡ് സെയിലും വല്ലതും ആയിരുന്നോ? അതെ. അവിടെ അത് പോരാ മോനെ. പോരാ. നമ്മള് ലിമിറ്റഡ് സെയിൽ കണ്ട കൊടുത്തിരുന്നു. അത് പറ്റില്ല. അത് ശരി, അത് കൂടണം. പ്രോപ്പറായിട്ട് അവർക്ക് ഫീൽ കിട്ടുന്നില്ല ആ സാധനം. എന്റെ അർത്ഥം എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ അത് അതായിട്ടില്ല. ആ ഓഡിയൻസിന്റെ ഇടയിൽ അത് സിങ്ക് ആയിട്ടില്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയൻസ് വേണമെങ്കിൽ അടുത്തൊരു ഓഡിയൻസ് പരീക്ഷിക്കാം. ഒരു ABB ടെസ്റ്റ് ഇടാം. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഓഡിയൻസ് അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യാനുള്ള വർക്കൗട്ട് മീൻസ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ABB ടെസ്റ്റ് ഇടും ചെയ്യാം. എന്നിട്ട് എവിടെ നോക്കാം എവിടെ കൂടുതൽ കിട്ടുന്നത് അതിലേക്ക് ഫണ്ട് കൂട്ടുക, മറ്റേ ഓഫ് ചെയ്യാം. ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓ താങ്ക് യു. ഇനി SEO ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ചോദിക്കൂ. ഒരു 7 എന്ന് പറയുന്ന ആള് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, MK7 അതാ മസൂദ്. മസൂദ് ചോദിച്ചോളൂ. ഇവിടെ ഒരാള് മറ്റേ ഗൂഗിൾ അൽഗോരിതത്തിനെ കുറിച്ച് എന്തോ. അതന്നെ, അത് ഇല്ലെങ്കിൽ പിന്നെ സാറേ അത് എടുക്കാം, ആ ക്വസ്റ്റ്യൻ എടുക്കാം. മസൂദ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ? സോറി മൈക്ക് ഓഫ് ചെയ്തി. സോറി. പറഞ്ഞോളി. അതായത് ഞാൻ രാവിലെ സംസാരിച്ചു ലത്തീഫ് സാറിനോട്, വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് SEO കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ SEO ചെയ്യുമ്പോൾ ഈ വേർഡ് പ്രസ്സിൽ വെബ്സൈറ്റ് ഉണ്ടാക്കണമാണോ നല്ലത്, അതോ മറ്റേ റിയാക്ട് അങ്ങനത്തെ ലാംഗ്വേജ് വെച്ചുകൊണ്ട് SEO ചെയ്യണം? അതിന് ഏറ്റവും നല്ല ആളതാ കാർത്തിക് സാറുണ്ട്, അദ്ദേഹം ആൻസർ പറയും. ഓക്കെ സാറേ എടുത്തോളി, ക്വസ്റ്റ്യൻ എടുത്തോളി. അതങ്ങനെ വേർഡ് പ്രസ്സിൽ തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, റിയാക്ട് ചെയ്ത വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? റിയാക്റ്റിൽ ചെയ്തതും ചെയ്യാം, പക്ഷെ അതിന് കുറച്ചുകൂടെ ടെക്നിക്കൽ നോളജ് ആവശ്യമാണെന്നേ ഉള്ളൂ. പിന്നെ
അതല്ല, നിങ്ങൾക്ക് അത്രയും റിസോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ വേർഡ് പ്രസ്സിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ. റിസോഴ്സ് ഇല്ല, നിങ്ങൾ ചെറിയ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നല്ല റിസോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റ് HTML സൈറ്റ് ആയാലും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ നോക്കുക എപ്പോഴും. ഇത് റെൻഡറിങ് ആക്ച്വലി അത് ഒന്ന് ഈ പറഞ്ഞ പോലെ സെർവർ സൈഡിലായിരിക്കും റെൻഡറിങ് നടക്കുക റിയാക്ട് വെബ്സൈറ്റിനൊക്കെ ആക്ച്വലി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ അഭിനവ്, അങ്ങനെയല്ലേ? അതെ 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 അതെ. റിയാക്ട് ക്ലയന്റ് സൈഡ് റെൻഡറിങ് ആണ്. ആ അതെ അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളത് കുറച്ചുകൂടി ടെക്നിക്കലി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ആണ് കുറച്ചുകൂടി അത് നല്ലത്. അങ്ങനെയുള്ള റിസോഴ്സ് ഉണ്ടെങ്കിൽ. നോഡ് ജെഎസ് ഒക്കെ സെർവർ റെൻഡറിങ് ആവോ? നോഡ് ജെഎസ് സെർവർ റെൻഡറിങ് ആണ്. ആണല്ലേ? അത് നിങ്ങളുടെ റിസോഴ്സ് പോലെ ഇരിക്കും. റിസോഴ്സ് പിന്നെ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതിൽ ഞങ്ങൾ ടീമിൽ ഇപ്പൊ എല്ലാരും ഡെവലപ്പേഴ്സ് ആണ്. പക്ഷെ നമുക്ക് SEOന്റെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അത് ഏതായിരിക്കും നല്ലതെന്ന് അറിയാനായിരുന്നു. SEO ഏതായാലും കുഴപ്പമൊന്നുമില്ല. റിയാക്റ്റിൽ ഇപ്പൊ ആക്ച്വലി ചെയ്യാറുണ്ട്. പക്ഷേ ഈ പുതിയ കുറെ വെബ്സൈറ്റുകൾ ആക്ച്വലി റിയാക്റ്റിൽ ചെയ്യുന്നുണ്ട്. റിയാക്റ്റിൽ നല്ല രീതിയിൽ SEO ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. അതിന് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് വളരെ ഇന്റൻസീവായിട്ട് ഈ പറഞ്ഞ പോലെ കണ്ടന്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ CMS ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന്, അങ്ങനെയുള്ള ആ ഒരു ടീം തന്നെ CMS ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വേർഡ് പ്രസ് ആയിരിക്കും ചിലപ്പോൾ നല്ലത്. ഓക്കെ ഓക്കെ. അതിൽ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റേ വരുള്ളൂ വെബ്സൈറ്റിന്റെ ഭാഗത്ത്. പിന്നെ ക്ലയൻസിനെ വെബ്സൈറ്റിൽ നിന്ന് ആപ്പിലേക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മൾ വേർഡ് പ്രസ് നോക്കിയപ്പോൾ വേർഡ് പ്രസ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ റിയാക്റ്റിന്റെ നെക്സ്റ്റ് ജേസിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഫാസ്റ്റിംഗ് ആണ്, പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ സ്പീഡും ഒരു ഇഷ്യൂ ആണ് SEO ചെയ്യണതിൽ, അങ്ങനെ ഞാൻ കണ്ടു. അപ്പൊ അതാണ് ചോദിക്കാൻ കാരണം. കമ്പനിക്ക് വേണ്ടി ആകെപ്പാടൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് മാത്രം മതി അതിന് കൺവേർഷൻ ചെയ്യാൻ വേണ്ടി, ആപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അത് അത് ആ ഈ പർപ്പസ് ഈ ആപ്പൊക്കെ ഉള്ള ആളുകൾ മിക്ക ആളുകളും റിയാക്റ്റിൽ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ സർ, ഓക്കെ. താങ്ക് യു. അടുത്ത ആള് ചോദിച്ചോളൂ. ഈ അൽഗോരിതത്തിന്റെ കേസ് ഞാൻ വേണേ പറയാം. സാർ എന്നാ പിന്നെ അത് എടുത്തോളൂ, ആ കോസ്റ്റ് എടുത്തോളൂ. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിളായിട്ട് ആക്ച്വലി പറയാം. അൽഗോരിതം എന്ന് പറഞ്ഞാല് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ. അതായത് നമുക്കും ഉണ്ട് അൽഗോരിതം. ഇപ്പൊ നമ്മുടെ അൽഗോരിതം എന്ന് വെച്ചാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് അയാൾ ചിരിച്ചാൽ തിരിച്ചിരിക്കണോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ കൂട്ടണം, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. നമുക്കിപ്പോ ഒരാള് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പൊ ഈവൻ എവിടെയായാലും നമ്മളൊരു ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നതിനായിരിക്കാം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാര്യമൊന്നുമല്ല, അയാളുടെ റെസ്പോൺസ്, അയാളുടെ അപ്പിയറൻസ്, അയാളുടെ പെരുമാറ്റം, നമുക്ക് ഇതാക്കാം, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ, അയാളുടെ മറ്റ് സുഹൃത്തുക്കള്, അയാളുടെ ആക്ടിവിറ്റീസ്, പല കാര്യങ്ങളെയും പല ഡയമെൻഷൻ വെച്ചിട്ട് നോക്കും. ഇത് നമ്മളുടെ അൽഗോരിതമാണ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. അത് തന്നെ നിങ്ങൾ വേറൊരാളുടെ കേസിൽ ഇപ്പോ ഉദാഹരണത്തിന് ജെൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ വെക്കുന്ന ഒരു അൽഗോരിതം ആയിരിക്കില്ല ലേഡീസിന്റെ കാര്യത്തിൽ വെക്കുന്നത്. അപ്പൊ ഈ സെറ്റ് ഓഫ് റൂൾസ് മാറ്റായിരിക്കും. അതേപോലെ തന്നെ ഗൂഗിളിന് ആക്ച്വലി സെർച്ച് പ്രോപ്പറായിട്ട് സെർച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് ആക്ച്വലി അൽഗോരിതം എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം പോലെയുള്ള ഒരു സംഭവമാണ്. ബേസിക്കലി ഇതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് ഈ പറഞ്ഞ പോലെ ഡിസ്കവർ അൽഗോരിതം, ഇൻഡെക്സിങ് അൽഗോരിതം, അത് ഡിസ്കവർ അൽഗോരിതം, ക്രോളിംഗ് അൽഗോരിതം, ഇൻഡെക്സിങ് അൽഗോരിതം, റാങ്കിങ് അൽഗോരിതം. ബേസിക്കലി ഈ 4 ഉള്ളൂ. പക്ഷേ ഡിസ്കവർ അൽഗോരിതം എന്ന് പറയുന്ന ഒരു സിംഗിൾ അൽഗോരിതം ആണ്. അല്ലെങ്കിൽ ക്രോളിംഗ് അൽഗോരിതം, ഇതൊക്കെ ആക്ച്വലി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതം അല്ല. പക്ഷേ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ റാങ്കിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതം ആണ്. അത് ഒരു അൽഗോരിതം അല്ല, ഒരുപാട് അൽഗോരിതങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് അഡാപ്റ്റീവ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അൽഗോരിതം ആണത്. അപ്പൊ ഈ ഡിസ്കവറി അൽഗോരിതം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പിന്നെ ഓപ്പൺ വെബിൽ ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാ ലിങ്കുകളും അത് കണ്ടുപിടിക്കും. അതിന്റെ ജോലി അത് മാത്രമേ ഉള്ളൂ. അത് പോയിട്ട് ലിങ്കുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക, പുതിയ ലിങ്കുകൾ. വേറെ ഒന്നും ചെയ്യില്ല. അതിനോട് വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ചെയ്യില്ല. അത് ലിങ്കുകൾ പുതിയത് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരും. എവിടെ പുതിയ ലിങ്ക് ഉണ്ടെങ്കിലും അതിന് എത്താൻ പറ്റുന്നത്,
ലിങ്കുകളെല്ലാം അത് കണ്ടുപിടിച്ച് അത് ലിങ്കുകളിലൂടെയാണ് പോകുന്നത്. ആക്ച്വലി റോബോട്ടാണ്, റോബോട്ട് ഇങ്ങനെ ലിങ്കുകളിലൂടെ പോയി അത് കണ്ടുപിടിച്ച് കൊണ്ടുവരും. കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ടേബിളിന്റെ പുറത്ത് കൊണ്ടുവെക്കുക എന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനെ കൊണ്ടുവെക്കുന്നതാണ് ആക്ച്വലി ഡിസ്കവറി അൽഗോരിതം. പിന്നീടുള്ളതാണ് ക്രോളിംഗ് അൽഗോരിതം. ഈ ഡിസ്കവർ ചെയ്യപ്പെട്ട ആ സംഭവത്തിന് ഞാൻ ആക്ച്വലി ഇന്നലെ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു, ഈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡിസ്കവർ ചെയ്ത അൽഗോരിതത്തിന് ഇതിന് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ക്രോൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അത് ഈ സോഴ്സ് ലെവലിലുള്ള അതിന്റെ ഒരു അതോറിറ്റിയും, ഞാൻ ഇന്നലെ പറഞ്ഞു ഈറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് പിന്നെ ഇത് ചെയ്യുന്നുണ്ടോ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് റേറ്റിംഗ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ക്ലാസിഫയർ ആണ് ഈറ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ക്രോൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സോഴ്സ് ലെവലിൽ. ആ ഒരു ഡൊമൈൻ, അതായത് ഒരു വെബ്സൈറ്റ് കണ്ടാൽ അതിനറിയാം ആ വെബ്സൈറ്റിനകത്ത് നല്ല കണ്ടന്റ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, ക്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ചില URL കണ്ടാലും അതിനറിയാം ക്രോൾ ചെയ്യണോ വേണ്ടയോ. അപ്പോൾ വെറുതെ അത് ആക്ച്വലി അതിന്റെ ഒരു കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ് കളയില്ല ഗൂഗിൾ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട്, നേരത്തെ സാറ് പറഞ്ഞു ChatGPT കണ്ടന്റ് ഒരുപാട് വരുന്നുണ്ട്. അത് SEOയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റുകളുള്ള സമയത്ത് എല്ലാ കണ്ടന്റുകളും ക്രോൾ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു ഇതിലല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ ഉള്ള സംഭവങ്ങൾ ക്രോൾ ചെയ്യും. ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും ഇതിനകത്ത് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മളതുപോലെ ഒരു ബുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അട്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് നോക്കും. എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കും. ഓടിച്ച് നോക്കിയത് നമ്മൾ എന്ത് ചെയ്യും, അത് സൂക്ഷിച്ചു വെക്കേണ്ട ബുക്കാണോ എന്ന് നോക്കും. അപ്പൊ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് പിന്നെ അങ്ങനെ വില കൊടുത്ത് വാങ്ങി നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ നിൽക്കില്ല. അതേപോലെയാണ് ഗൂഗിളിന്റെ ഓൾറെഡി ഷെൽഫിൽ അതേപോലുള്ള കണ്ടന്റ് വേറെ ഉണ്ടെങ്കിൽ ഗൂഗിൾ പിന്നെ ഈ കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കണക്കാക്കി ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രോൾഡ് നോട്ട് ഇൻഡെക്സ് എന്നൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അത് ഇൻഡെക്സ് ചെയ്യാനായിട്ട് അത് ഇതില്ല. അപ്പോൾ ഇൻഡെക്സിന് വേണ്ടിയിട്ട് അവർ നോക്കുന്നത് ക്വാളിറ്റി നോക്കും, റെലവൻസ് നോക്കും, ഈ പറഞ്ഞ പോലെ ഈറ്റ് ഫാക്ടർ നോക്കും, ഇതെല്ലാം നോക്കും. ഈറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിൽ ക്രോൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ. അപ്പൊ അത് ആ അൽഗോരിതാണ് തീരുമാനിക്കുന്നത് അത് ഇൻഡെക്സ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇൻഡെക്സ് ചെയ്യും, ചിലപ്പോൾ ഇൻഡെക്സ് ചെയ്യില്ല. ഇനി ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ അത് എങ്ങനെ ഇൻഡെക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആ അൽഗോരിതാണ് തീരുമാനിക്കുന്നത്. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ റാങ്കിങ് അൽഗോരിതം എന്ന് പറയുന്നത്. അതിന് പല ടൈപ്പ് ഓഫ് അൽഗോരിതം ഉണ്ട് റെലവൻസ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെലവൻസ് തന്നെ പല രീതിയിലുണ്ട്, സബ്ജക്റ്റീവ് റെലവൻസ്, ഒബ്ജക്റ്റീവ് റെലവൻസ്, യൂസർ റെലവൻസ്. ഈ അതായത് ഒബ്ജക്റ്റീവ് റെലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളിന്റെ റെലവൻസ്. സബ്ജക്റ്റീവ് റെലവൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരാണോ അത് നോക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള റെലവൻസ് ആണ്. പിന്നെ നമ്മളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ലൊക്കേഷൻ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂസർ ഒരു ഇതുണ്ട്, ആ യൂസർ റെലവൻസും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ റെലവൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു വെബ്സൈറ്റ്, അമേരിക്കയിലെ വെബ്സൈറ്റ് റെലവെന്റ് അല്ല. അതുകൊണ്ടാണ് ഈ യൂസർ റെലവെന്റ് എന്ന് പറയുന്നത് കേട്ടോ, റെലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 രീതിയിൽ റെലവൻസ് നോക്കും. റെലവൻസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് എന്താ, ഇതിനകത്ത് എത്രത്തോളം ടേം ഫ്രീക്വൻസി ഉണ്ട്, അതിന് കുറെ ഫോർമുലയൊക്കെ ഉണ്ട് അവർക്ക്. TF, IDF എന്നൊക്കെ പറഞ്ഞ ഫോർമുലയൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഗൂഗിള് ഇപ്പൊ സെമാന്റിക് സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് എൻറ്റിറ്റി ഫസ്റ്റ് ഇൻഡെക്സിംഗ് എന്നാണ് പറയുക. അതായത് എത്രത്തോളം എൻറ്റിറ്റിയെ കവർ ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് എൻറ്റിറ്റീസിനെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കും. അതിന്റെ വെയിറ്റേജ് നോക്കും. പിന്നെ ബാക്ക് ലിങ്കിന്റെ ഇത് നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. എത്രത്തോളം അതോറിറ്റീവ് ആണ് ആ വെബ്സൈറ്റ്, അതിന്റെ ഓതർ എത്രത്തോളം അതോറിറ്റീവ് ആണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് റാങ്ക് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുക. റാങ്കിങ് അൽഗോരിതത്തിൽ കുറേയധികം അൽഗോരിതം ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ആക്ച്വലി പ്രധാനമായിട്ട് വരുന്ന ഇതാണ് ആക്ച്വലി പാണ്ഡയെ പിന്നീട് കോട്ടി എന്നുള്ള രീതിയിലേക്ക് പിന്നീട് മാറ്റിയിട്ടുണ്ട്, COATI. പാണ്ഡയുടെ അത് തന്നെ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഹമ്മിങ് ബേർഡ് ഉണ്ട്, ബെർട്ട് എന്ന് പറയുന്ന അൽഗോരിതം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ബെർട്ട് ആക്ച്വലി ഈ പറഞ്ഞ പോലെ പാണ്ഡ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടന്റിന്റെ ക്വാളിറ്റി ആണ് മെയിനായിട്ട് അത് നോക്കുന്നത്. പെൻഗ്വിൻ എന്ന് പറഞ്ഞൊരു അൽഗോരിതം ഉണ്ട്, അത് നോക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ബാക്ക് ലിങ്കുകളുടെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ അൽഗോരിതമാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യാൻ വേണ്ടി. നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുടെ യഥാർത്ഥ അർത്ഥമൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ റിട്ടൺ ടെക്സ്റ്റ് അല്ല, വോയിസ് ആണ്, എങ്ങനെയായാലും നമ്മൾ ചിലപ്പോൾ എല്ലാം പ്രോപ്പർ ഗ്രാമാറ്റിക്കൽ ഇതായിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ബർട്ടൊക്കെ വരുന്നത്.
അപ്പൊ അതൊക്കെ ആക്ച്വലി അത് ഒരു ഇതാണ്, ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതാണ്. പിന്നീട് ഇതൊക്കെയാണ് ആക്ച്വലി ഇതിന്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ ഹെൽപ്ഫുൾ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു അപ്ഡേറ്റ് ലാസ്റ്റ് വന്നിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അൽഗോരിതമാണ്. കുറെ അൽഗോരിതങ്ങൾ ഉണ്ട് കേട്ടോ, ഒന്നൊന്നുമല്ല. ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടൊരു അൽഗോരിതം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കത് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഓർത്തിരിക്കുന്നുമില്ല, എപ്പോഴും നമുക്കത് ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ അൽഗോരിതങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഗൂഗിളിൽ ചില സമയത്ത് തോന്നുന്നുണ്ട് കണ്ടന്റ് ക്വാളിറ്റി ഭയങ്കര മോശമാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കണ്ടന്റ് ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റുകളെ മാത്രം നമുക്ക് പ്രൊമോട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള വെബ്സൈറ്റുകളെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അൽഗോരിതം അവർ റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങും. റോൾ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് ആ അൽഗോരിതം കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനൊരു പുതിയ അൽഗോരിതം, ബാക്കിയുള്ള അൽഗോരിതങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് താഴോട്ട് പിടിച്ച് വലിക്കുക. എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ എന്ന് പറയാം, നമ്മുടെ നാട്ടിലിപ്പോൾ കുറെ കള്ളന്മാരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടെങ്കിലും പോലീസിന് പിടിക്കണമെന്നില്ല, പിടിക്കുകയില്ല. ഇപ്പൊ ചിലപ്പോ പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരിക്കാം, മുഖ്യമന്ത്രിക്ക് എക്സ്പോർട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയി നിൽക്കുന്നതായിരിക്കാം, വേറെ പല കാര്യങ്ങൾക്കും അവർ പോകുന്നതാണ്. അവരങ്ങനെ കള്ളനെ പിടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്നതല്ല. ആ സമയത്ത് കൊടും ക്രിമിനൽ പോലും അതിന്റെ മുന്നിൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവർക്കൊരു മിഷൻ വരികയാണ്, ഓപ്പറേഷൻ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംഭവം വിചാരിക്കാം, ഓപ്പറേഷൻ റോബിൻ ഹുഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മിഷൻ വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ആ മിഷൻ വരുന്ന സമയത്ത് എല്ലാ കള്ളന്മാരെയും അവർ പിടിക്കും. കള്ളന്മാരെ എല്ലാവരെയും, അല്ലെങ്കിൽ കൊലപാതകളോ അങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള എല്ലാവരെയും പിടിക്കുന്ന സമയത്ത് ആ ടൈപ്പിൽ ക്രിമിനൽ മൈൻഡുള്ള ആളുകളെ പോലും അവർ പിടിച്ചുകൊണ്ട് പോകും. അതാണ് ഈ അൽഗോരിതം അപ്ഡേറ്റ് സമയത്ത് വെബ്സൈറ്റുകൾ പലതും പിടിക്കപ്പെടുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ചില ബ്ലാക്ക് ഹാറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ വെബ്സൈറ്റ് മുന്നിലോട്ട് പോകുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഫാക്ടർ അതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ബാക്ക് ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഇപ്പൊ ചില അൽഗോരിതങ്ങൾ സ്പാമി ബാക്ക് ലിങ്കിനെ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അങ്ങനെയുള്ള വെബ്സൈറ്റുകളെ ഡിഗ്രേഡ് ചെയ്യാൻ, ഡിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അത് കൂടുതലായിട്ട് താഴോട്ട് പോകും. അതാണ് ബേസിക്കലി അൽഗോരിതം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അൽഗോരിതം എന്ന് പറയുന്നത് ഗൂഗിളിന് മാത്രമല്ല, പല ഇതിനുമുണ്ട്. ഫേസ്ബുക്കിനുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റയ്ക്ക് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. എല്ലാ സംഭവങ്ങൾക്കും അൽഗോരിതം ഉണ്ട്. ഓൺലൈനിലുള്ള എല്ലാ ഇതിനും അൽഗോരിതം ഉണ്ട്. നമ്മുടെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് പോലും അൽഗോരിതങ്ങളുണ്ട്. അതിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഷെബിൻ കാർത്തിക് സാറെ ഗ്രൂപ്പില് ഡിസ്കഷനിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോ ഫേസ്ബുക്കിന്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഷെബിൻ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷെബിന് വളരെ അപൂർവമായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് മാക്സിമം ഡൗട്ട് ചോദിക്കാന്നുള്ളതാണ്. നമ്മളൊക്കെ അദ്ദേഹം പുറത്താണ് ഉള്ളത്, രാജ്യത്തിന്റെ പുറത്താണ്. അതാ, ചോദിച്ചോളൂ. ഹായ് ഷെബിൻ. ഹലോ. ഹായ്. പിന്നെ ഞാൻ റീസെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മൾ GCC ക്യാമ്പയിൻസ് ലൊക്കേഷൻ അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് പ്രിഫേർഡ് കൊടുത്തിട്ടും, അതായത് മലയാളം ലാംഗ്വേജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബംഗാളി സ്പാം ഓഡിയൻസ് ഒക്കെ എക്സ്ക്ലൂഡിലേക്ക് ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾസോ ജിയോ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്, അതായത് അതർ കൺട്രീസ് ഒക്കെ എക്സ്ക്ലൂഡ് കൊടുത്തിട്ടുണ്ട് സെർവ് ചെയ്യണ കാര്യത്തിട്ട്. ആൻഡ് ഓൾസോ റീസെന്റ് ഞാൻ ഏകദേശം ഒരു 7,000-ഓളം ഫേസ്ബുക്ക് പേജുകളുണ്ടല്ലോ, ബ്രാൻഡ് സേഫ്റ്റി ഗൈഡൻസ് കയറിയിട്ട് ഈ തമിഴ്, ഹിന്ദി, ബംഗ്ലാദേശിലെ പേജുകൾ എടുത്തിട്ട് ബ്ലോക്ക് ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും അത്രയും ക്ലോസ്ഡ് ആയിട്ട് പോലും നമുക്ക് സ്പാം വരുന്നുണ്ട്. മീൻസ് ഹിന്ദി അല്ലെങ്കിൽ ബംഗ്ലാദേശികളൊക്കെ ചില കുറച്ച് എൻക്വയറികൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ സോറി, ഞാൻ ഈ സ്പാം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് GCC മലയാളികളുടെ ലീഡാണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണോ നോക്കുന്നത്? അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മലയാളികൾ അല്ലാത്ത ആൾക്കാരുടെ എൻക്വയറീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി ബംഗ്ലാദേശിയാണ് നമുക്ക് മെയിൻലി ഫെച്ച് ചെയ്യുന്നത് നോക്കിയെടുത്തോളം. പിന്നെ ഹിന്ദി സംസാരിക്കുന്നു ഇതിനകത്ത്. ഓക്കെ, ക്ലിയർ ആയി. ഇപ്പൊ നിങ്ങൾ എന്താ വാട്സ്ആപ്പ് ക്യാമ്പയിൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത്, അതോ ലീഡ് ഫോം ആണോ ചെയ്യുന്നത്? വാട്സ്ആപ്പ് ആണ്, API-യിലേക്കാണ്, ഡയറക്റ്റ് വാട്സ്ആപ്പ് അല്ല. സൺറൈസിൽ വാട്സ്ആപ്പ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന്
നിങ്ങൾക്ക് ലീഡ് ഫോം ഉപയോഗിച്ച് ഇപ്പം ആ ഒരു അത്രയും പ്രീമിയം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ലീഡ് ഫോമിലേക്ക് തന്നെ അത് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ലീഡ് ഫോമിനകത്ത് നിങ്ങൾക്കൊരു റൈറ്റ് കസ്റ്റമറിനെ അറിയാനായിട്ട് അല്ലെങ്കിൽ അവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ഒരു ആഡ് കണ്ട് നേരെ ഒരാൾ ലീഡ് സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും തിരുവല്ല ലൊക്കേഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലീഡ് ഫോമിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഇന്ന ലൊക്കേഷനിലാണ് വരുന്നത്, ഇത് നിങ്ങളുടെ ഒരു പ്രിഫേർഡ് ലൊക്കേഷൻ ആണോ, യെസ് ഓർ നോ. അതിനകത്ത് നോ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. സോ ലൈക്ക് വൈസ് നമ്മൾ ഈ ഒരു പ്രോസസ് വഴി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതത്തെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ഇപ്പം ഒരു 10 പേര് ലീഡ് സബ്മിറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിൽ 2 പേര് മാത്രമേ ആ ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ, ബാക്കി 8 പേരും ആ ലൊക്കേഷൻ ആയിരിക്കത്തില്ല നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമായിട്ട് നമ്മൾ ഏസ് കൊടുക്കുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ആ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്നത്. സോ ഇങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന 10 ലീഡ് ആണെങ്കിലും ആ 10 ലീഡും ആ ലൊക്കേഷനോട് പ്രിഫറൻസ് വരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പം ഈ 10 പേരുടെ ലീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് 100 പേര് ആര് വരണമെന്ന് അൽഗോരിതം ഒരു പരിധി വരെ തീരുമാനം എടുക്കുന്നത്. അതായത് അവിടെ ആക്ഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അപ്പം എന്നെയും സലീമിനെ രണ്ടുപേരെയും ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആഡ് കാണിക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ലൊക്കേഷനോട് ഓൾറെഡി ഒരു പ്രിഫറൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആഡ് കാണിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ആ ലീഡ് സബ്മിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ് എന്നുള്ളത് അൽഗോരിതത്തിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ മെഷീൻ ലേണിംഗ് മോഡൽ ഉപയോഗിച്ച് അവർക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഓരോ ഡേറ്റയുടെ ട്രെൻഡ് ഉപയോഗിച്ച് അവർക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതുവഴി ഇത് കുറച്ച് അൽഗോരിതത്തിന്റെ പ്രോസസ്സാണ്, നമ്മൾ അതിനകത്ത് അത്രയും വറീഡ് ആവണ്ട. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആരാണോ അയാൾക്ക് മാത്രം റിലവൻ്റ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾക്ക് മാത്രം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു മെസ്സേജിങ്ങും അയാൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ജേണിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇതാണ് നമ്മൾ ഓവറോൾ പെയ്ഡ് ആഡ്സിൽ പോകുമ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് അപ്രോച്ചാണിത്. അപ്പം ഇതിനെ നമ്മൾ കുറേ കൂടെ നമുക്ക് മെറ്റ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവിടെ ഉള്ള ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ലീഡ് ഫോമിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷണൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അടുത്ത് നമുക്കിപ്പോൾ വാട്സപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ എന്താ പറയുക, നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡിനകത്തേക്ക് വരുമ്പോഴും ഈ ഒരു റിലവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളവിടെ ഫോക്കസ് ചെയ്യുക. അപ്പം ആദ്യം തന്നെ ഇപ്പം നമ്മൾ മലയാളികളെയാണ് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി കേരളത്തിൽ മാത്രം ട്രെൻഡായിട്ടുള്ള ഒരു ട്രെൻഡിങ് ഒരു തീം ഉണ്ടാവും, ഇപ്പം അടിച്ചു കയറുക. അപ്പോൾ ആ ഒരു സാധനം ചിലപ്പം മറ്റ് ബംഗാളികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ സാധനത്തിന് ട്രെൻഡ് അറിയണമെന്നില്ല. ആ ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു തീമിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും മലയാളികളെ അട്രാക്ട് ചെയ്യും. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം ഒരു സ്പൂൺ ഫീഡ് മോഡൽ ചിന്തിക്കില്ല, ഇത് നേരെ എടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൊല്യൂഷൻ വരത്തില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ പറഞ്ഞ ഒരു കണ്ടന്റിനോട് മറ്റാൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ മലയാളികൾ ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ നിങ്ങൾ ടാർഗറ്റിങ്ങിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് എക്സ്ക്ലൂഷനും ഒരുപാട് ബ്ലോക്ക് ലിസ്റ്റും ചെയ്യുന്നതിന് പകരം നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ നമ്മുടെ കണ്ടന്റിൽ അല്ലെ നമ്മുടെ ആഡിനോട് എൻഗേജ് ചെയ്യാതിരിക്കാൻ രീതിയിൽ ചിന്തിച്ചാൽ മതി. ടാർഗറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ എഫേർട്ട് ക്രിയേറ്റീവിൽ ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആയോ? നമ്മൾ ക്രിയേറ്റീവോട് വ്യത്യസ്തമായ ട്രൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-20 ക്രിയേറ്റീവ്സ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അധികം ഫീമെയിൽസ് ആണ് നമ്മളെ ഓറേറ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോ പ്രസന്റ് ചെയ്തത്. അത് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആഡിന് വേണ്ടി. നമ്മളെ ഓൺ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത വീഡിയോസും അധികം നമ്മൾ ക്രിയേറ്റീവുകളുടെ ഫീമെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടെ മെയിൽ ട്രൈ ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവുക? അങ്ങനെ ആരെങ്കിലും കേസ് സ്റ്റഡി ചെയ്തിരുന്നോ ഇങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടി? ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഫീമെയിൽസിനെ യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ബംഗാളി ടൈപ്പ് ലീഡ്സ് വന്നിട്ടുണ്ട്, അത് മാറ്റിയപ്പം അതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല. സോ ബേസിക്കലി ഞാൻ ചെയ്യുമ്പോഴത്തേക്കിനും പോകുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്ന് മെയിനായിട്ട് ഒരു പ്രൈമറി ടെക്സ്റ്റ് ഉണ്ടാവും, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. ആ സൈസ് കൊണ്ടും അല്ലെങ്കിൽ ക്രിയേറ്റീവിന്റെ ഒരു കോണ്ടന്റിന്റെ മൊത്തത്തിൽ ബോൾഡായിട്ടും ഫസ്റ്റ് ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു യൂസർ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫസ്റ്റ് ഹെഡ്ലൈനിലോട്ടായിരിക്കും. അപ്പോൾ ആ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് അയാൾ അവിടെ തന്നെ അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും, ഇത് അയാൾക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകണോ എന്നുള്ളൊരു കാര്യം ആ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും. സോ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ആ ഹെഡ്ലൈൻ വായിച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡറി കോണ്ടന്റിലേക്ക് ശ്രദ്ധിക്കത്തുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഒരു അപ്രോച്ച് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡി അബ്രോഡ് ക്ലൈൻ്റ് ആണ്, അത് ജർമ്മനിയിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു IELTS വേണ്ട ഒരു കൺട്രിയിലോട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 6.5 എബോവ് ആണ് വേണ്ടതെന്ന് വെക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ കൺട്രിയുടെ ബെനിഫിറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം 6.5
IELTS സ്കോർ ഉള്ളവരാണോ നിങ്ങൾ. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു ഫിൽട്രേഷൻ കൊണ്ടുവരികയാണ്. ആ സ്കോർ ഇല്ലാത്തവർ, അല്ല ആ സ്കോർ സ്കോർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ടൈപ്പുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ അതിൻ്റെ ബാക്കി അത് ശ്രദ്ധിക്കണ്ട. പറഞ്ഞ മനസ്സിലായി. പാസീവായിട്ട് തന്നെ അവരത് റിജക്റ്റ് ചെയ്ത് പോകണം. ദെൻ ഇതിന് പറ്റുന്ന ആൾക്കാരല്ല, അതിനോട് ഒരു കപ്പാസിറ്റി ഉള്ള തോന്നുന്നല്ല, അത് കാണുമ്പോൾ അട്രാക്റ്റഡ് ആവുന്ന ആൾക്കാർ മാത്രം അതിൻ്റെ സെക്കൻഡറി നോക്കുക. ഇന്ന കൺട്രിയിൽ ഇന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ദെൻ അത് ഏത് ബ്രാൻഡാണ്. അപ്പം പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴേക്കും അതിൻ്റെ ലോഗോ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റിയും ദെൻ അതിൻ്റെ കോൾ ടു ആക്ഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ആ പ്രൈമറി ടെക്സ്റ്റിലായിരിക്കും അപ്പം ഏറ്റവും കൂടുതലും ആ ഒരു ആരിത് ശ്രദ്ധിക്കണം ആരിത് ശ്രദ്ധിക്കണ്ട എന്നുള്ളൊരു ലൈക്ക് ഒരു കണ്ടീഷൻ നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു ബ്രീഫായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ആ കോണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് ആരെയാണോ എന്താണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അയാളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് ഏറ്റവും റിലവൻ്റ് ആകുന്ന രീതിയിലേക്ക് നമ്മുടെ കണ്ടന്റിനെ നമ്മൾ കൃത്യമായിട്ട് മലയാളീസ് എൻക്വയറി വന്നാൽ അത് കൺഫേം ആണ്. നമുക്ക് ക്വാളിറ്റി ഉണ്ട്. ബട്ട് ഇവർ കയറി വരുന്നത് കൊണ്ട് നമുക്ക് നമ്മളെന്തായാലും 20% എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം സ്പാം വരാൻ സാധ്യതകൾ ഉണ്ടാവും. നിങ്ങൾ എട്ടക്കാണ് റേറ്റഡ്. നമുക്ക് വരുന്ന ഇൻ കേസ് മലയാളം കണക്ട് ആയാൽ ദേ വിൽ ഗുഡ് അറ്റ് അത് നമ്മൾ ടീം അത് കൺവേർട്ട് ചെയ്യും. പക്ഷെ ഇതാണ് പ്രശ്നം, ഇവർ കയറുന്നതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പാം കയറുന്നതുകൊണ്ട് അതാണ് പ്രശ്നം. അപ്പൊ അത് നമ്മുടെ അക്കൗണ്ടിന്റെ ക്വാളിറ്റിനെ അത് ബാധിക്കൂല. പിന്നീട് നമ്മൾ അഡ്വാൻസ് പൈസ കൊടുക്കുന്ന സമയത്തും ഞാൻ ഓഡിയൻസ് കൊടുക്കാറില്ല, എസ്പെഷ്യലി ആണ് അത് കരുത് പിടുത്തം വിടുന്നുള്ളത്. ഈ ഫോമില് മലയാളം ഇട്ടപ്പോ എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്തു. എങ്ങനെ ഫോമില് മലയാളം ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോ ഈ പുറത്തുള്ള ക്ലയൻസ് ഇത് ലൈക്ക് ഈ ഹിന്ദി ലീഡ് വരുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മെസ്സേജ് ആയിട്ട് ട്രൈ ചെയ്തപ്പോ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലീഡ് ഫോമിൽ നമുക്ക് കുഴപ്പമില്ല, എൻക്വയറി നമുക്ക് കറക്റ്റ് സെയിലാണ് ലീഡ് ഫോം. പക്ഷെ നമുക്കത് കൂടുതൽ ലീഡ്സ് വേണം എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിന്റെ നീഡ്സ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഫീമെയിൽ പ്രസന്റേഷനും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പുറത്തുള്ള ഹിന്ദി കൂടുതൽ വരുന്നുണ്ട്, ഇതുപോലെ തെറ്റിദ്ധരിച്ച് ഒരുപാട് കോൾസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയത് വരെ ഉണ്ട്. ഫീമെയിൽസ് കൊടുക്കുന്ന സമയത്ത് വൃത്തിയോട് പറഞ്ഞ് വിളിക്കുന്ന ആ ലെവലിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോ ചിലപ്പോ നിങ്ങള് മെയിൽ പ്രസന്ററിനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് നോക്ക്, ഈ പറഞ്ഞ പോലെ ഹുക്ക് മലയാളത്തിൽ നല്ല രീതിയിൽ കൊടുത്തിട്ട്. നമുക്ക് വേറെ എന്തെങ്കിലും അൽഗോരിതം അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വന്നത് കൊണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ? അൽഗോരിതം ബ്രീച്ച് ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഓഡിയൻസ് സെർവ് ആവാതിരിക്കാൻ വേണ്ടി? നിങ്ങൾക്ക് ഇപ്പം കറന്റ്ലി വന്നേക്കുന്ന ക്യാമ്പയിൻ്റെ ഒരു റിസൾട്ട് അത്യാവശ്യം ഫ്രൂട്ട്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ക്യാമ്പയിനിൽ ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്രിയേറ്റീവ്സ് പുതിയൊരു ക്യാമ്പയിനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിയൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലീഡ് ഫോമിനകത്ത് ഒരു മലയാളം കോണ്ടന്റ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്രിയേറ്റീവിനകത്ത് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആ ക്രിയേറ്റീവിനകത്ത് വരുന്ന നമ്മുടെ മെസ്സേജിങ് ആണ്. ബാക്കി നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു 20% അതിനവിടെ വാല്യൂ ഉള്ളൂ. മനസ്സിലായോ? സോ അതിനാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവിനകത്ത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തു. നിങ്ങളുടെ ഒരു 80% എഫർട്ടും ക്രിയേറ്റീവ് തന്നെ ട്രൈ ചെയ്തു. ഇപ്പം നിങ്ങൾ വീഡിയോസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാ റാൻഡം ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കണ്ടന്റ് മാത്രം വെച്ചിട്ടുള്ള പോസ്റ്റർ വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ ഞാൻ കുറേ പ്രാവശ്യം ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ മെൻറ്റർഷിപ്പിനകത്ത് കൊടുത്തപ്പോഴത്തേക്കിന് ഞാൻ ആ കേസ് സ്റ്റഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് പ്രോസസ്സ് ഇത്രേ ഉള്ളൂ ബ്രോ. നമുക്ക് ലൈക്ക് ഇപ്പം ആണെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൈം വളരെ റിലവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പെർഫോമൻസ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 100 പേര് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു 80 പേരും അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. ശരിയല്ലേ? എന്നാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലൈക്ക് ഒരു റിമോട്ട് അല്ലെങ്കിൽ നമുക്ക് ജോബിൻ്റെ മറ്റും സാലറി മാറ്റി വെക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേമും പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേമും ഒരെണ്ണം ബ്രോഡും ഒരെണ്ണം കുറച്ച് സ്പെസിഫൈഡ് ആണ്. മനസ്സിലായോ? ഇനി ഇപ്പോൾ SEOയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള SEOയിൽ അത്രയും താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് മെൻഷൻ ചെയ്തേക്കുന്നതാണെങ്കിൽ അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇച്ചിരി കുറവാണ്. മനസ്സിലായോ?
സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടർ നിങ്ങളുടെ ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ് എന്താണോ അതിന് ഇതുപോലെ തന്നെയുള്ള കീവേഡ്സ് ഉണ്ടാവും. നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. ഇപ്പം പെയ്ഡ് ആഡ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ അടുത്തൊരു കീവേഡാണ് മീഡിയ ബൈയിങ്, അല്ലെങ്കിൽ ഒരു മീഡിയ ബയർ. ഇങ്ങനെ ഒരു കീവേഡ് ഓപ്പണിംഗ് ഫോർ എ മീഡിയ ബയർ, ഇങ്ങനെ ഒരു ഹെഡ്ലൈനിലാണ് ഞാനൊരു പെയ്ഡ് ആഡ്സ് പ്രൊഫഷണലിനെ ഹയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ടേം തന്നെ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. മീഡിയ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ആഡ്സിനകത്ത് തന്നെ വരുന്ന ഒരു അല്ലെങ്കിൽ സിമിലർ ആണ് എന്ന് അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, കുറച്ചുകൂടെ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു MNC ലെവൽ വർക്ക് ചെയ്ത ആൾക്കാർക്കായിരിക്കും അത് പെട്ടെന്ന് മനസ്സിലാകുന്നത്. സോ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും അത് കൂടുതലും റെസ്പോണ്ട് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതൽ. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓഡിയൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല, ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് പോലും ഞാൻ സംസാരിച്ചില്ല. ഓപ്പൺ ടാർഗറ്റിംഗിൽ പോയാൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞൊരു ക്രിയേറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ യൂസ് കേസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പൊ വീണ്ടും ഞാനിത് പറയുന്നത് ഇവിടെ ടാർഗറ്റിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ക്രിയേറ്റീവ് ആണ്. ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കറണ്ട് ഒരു അൽഗോരിതത്തിന്റെ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ടാർഗറ്റിംഗ് പോയാലും ഒരു ടാർഗറ്റിംഗും കൊടുക്കണ്ട, ഒരു എക്സ്ക്ലൂഷനും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ക്രിയേറ്റീവിനകത്ത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2-3 ഡേയ്സിനകത്ത് അൽഗോരിതത്തിന് മനസ്സിലാവും നിങ്ങളുടെ റൈറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ള കാര്യം. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ. നമ്മുടെ ഒരു ക്യാമ്പയിൻ ഒരു 10 ദിവസം നമ്മൾ ക്യാമ്പയിൻ ലൈവ് ആവുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 50 റിസൾട്ട് വരെ നമുക്ക് കിട്ടുന്നോളം വരെ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അവിടെ നമ്മൾ ലീഡ് കോസ്റ്റോ നമ്മുടെ ലീഡിൻ്റെ വോളിയോ നോക്കരുത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇതിനോട് എൻഗേജ് ചെയ്താൽ മതി. അതിന് എത്രത്തോളം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജ് എനിക്ക് കൊടുക്കാൻ പറ്റും അത് വർക്കൗട്ട് ചെയ്യുക. സോ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ അൽഗോരിതത്തിന് ഇപ്പം കറൻ്റ്ലി എന്ത് ചെയ്തു, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്തു. ഇനി സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ സ്കെയിൽ ചെയ്യുക അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്യാമ്പയിൻ ലേൺ ചെയ്തു. ഔട്ട് ഓഫ് 100 അല്ലെ ഔട്ട് ഓഫ് 1 lakh ഇതാണ് നിങ്ങളുടെ റൈറ്റ് ഓഡിയൻസ്. നിങ്ങൾ ടാർഗറ്റിംഗ് കൊടുക്കാതെ തന്നെ അൽഗോരിതത്തിൻ്റെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ തന്നെ നിങ്ങൾ ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ടാർഗറ്റിങ്ങിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഉപയോഗിച്ച് ഓഡിയൻസിനെ ഒരുപാട് ചെറുതാക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് ലീഡ് കൂട്ടണം എന്നുള്ളപ്പോൾ ആ ഓഡിയൻസിനെ കുറച്ചുകൂടെ ബ്രോഡ് ആക്കി കൊണ്ടുവരും. ഇതേ സാധനത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഷനാണ് നമ്മൾ ആഡിൽ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കുറച്ച് പേർക്ക് മാത്രം റിലവൻ്റ് ആകുന്ന മെസ്സേജിങ് കൊടുക്കുക, പിന്നീട് സ്കെയിൽ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ വോളിയം കൊണ്ടുവരേണ്ട സമയത്ത് മാത്രം ആ മെസ്സേജിങ് കുറച്ച് ബ്രോഡ് ആക്കി കൊണ്ടുവരിക. ഞാൻ ഈ പറഞ്ഞ അപ്രോച്ച് ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് എന്ത് മെസ്സേജിങ് കൊണ്ടുവരണം എന്നുള്ള കാര്യം അത് നിങ്ങൾ ട്രയൽ ആൻഡ് എറർ അല്ലെങ്കിൽ നിങ്ങൾ അത് റിസർച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങൾക്ക് പോകേണ്ട ഒരു അപ്രോച്ച്. നമുക്ക് മലയാളി കണക്ട് ആയാലും ഓക്കെ, നമുക്കിത് സക്സസ് ആണ്, ആ ക്യാമ്പയിൻ സക്സസ് ആണ്. നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. കണക്ട് ആവാൻ ഈ മറ്റുള്ളവർ കണക്ട് ആവുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇപ്പൊ ആ ജെൻഡറിനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കണം. ഐ തിങ്ക് ഞാൻ അവിടെ എന്തെങ്കിലും അൽഗോരിതം റീച്ച് വരുമോ എന്നുള്ള സംശയം. പിന്നെ ഞാൻ റീസൺ ശ്രദ്ധിച്ച കാര്യം വെച്ചാല് നമ്മളിപ്പോ ഒരു ഈ കഴിഞ്ഞ വീക്കിൽ ഒരു ബഡ്ജറ്റ് ഒരു 50 BD ഇതൊക്കെ കൊണ്ട് നമ്മൾ 50 ദിർഹംസിലൊക്കെ നമുക്ക് കിട്ടിയ എൻക്വയറി ഒക്കെ കുഴപ്പമില്ലായിരുന്നു, സ്പാം ഇല്ലായിരുന്നു. പിന്നെ നമ്മളത് എൻക്വയറി കൂട്ടാൻ വേണ്ടി ഒരു 20% അടുത്ത് ഐ തിങ്ക് ബഡ്ജറ്റ് കൂട്ടി. ആ സമയത്ത് വീണ്ടും സ്പാം ഇതേപോലെ ഈ ബംഗാളി വരെ കയറി തുടങ്ങി. അപ്പൊ ഒരു മിനിമം ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വരുന്ന എൻക്വയറി മൊത്തം മലയാളീസ് തന്നെയാണ്, അവർ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ബട്ട് ബഡ്ജറ്റ് കൂട്ടിയ സമയത്ത് സ്പാം വന്നു തുടങ്ങി. മലയാളീസ് ഉണ്ട്, ബട്ട് സ്പാം നമുക്ക് വന്നു തുടങ്ങി. ഇവിടെ ഒരു ഫാക്ടറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അൽഗോരിതത്തിന് അല്ലെങ്കിൽ മെറ്റാ ആസ് എ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനകത്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നിങ്ങളുടെ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത ലൊക്കേഷൻ ചിലപ്പോൾ അവിടെ മൊത്തത്തിൽ മലയാളികളുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10 ലക്ഷം ഓഡിയൻസ് ആയിരിക്കും. അതിൽ തന്നെ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് റിലവൻ്റ് ആകുന്ന ആ ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കാറ്റഗറി എല്ലാം മാച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഓഡിയൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചിലപ്പം ലെറ്റ്സ് ഒരു 25,000 പേരായിരിക്കാം. ഓക്കെ, സോ ഈ 25,000 പേരിൽ നിങ്ങളുടെ ആഡ്സ് ഒരു 20 ദർഹത്തിന് റൺ ചെയ്ത സമയത്ത് ആ 25,000 ഓഡിയൻസ് സൈസിൻ്റെ ഒരു 10% ആയിരിക്കും അന്ന് ഓൺലൈൻ ഉള്ളത്. അപ്പോൾ ആ 10%-ൻ്റെ ഒരു മേജർ പോർഷന് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ കൂട്ടുന്ന സമയത്ത് അവിടെ ഓൺലൈൻ ഈ പറഞ്ഞ കോർ ഓഡിയൻസിനകത്ത് എത്ര പേര് അല്ലെ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ആ ടൈമിൽ ഓൺലൈൻ ഉള്ളത്, അല്ലെങ്കിൽ അവർ എത്ര പേരുടെ ഇൻവെൻട്രി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഒരു ഫാക്ടറും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ബഡ്ജറ്റ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ. മനസ്സിലായോ? അപ്പോൾ അവിടെ നമുക്ക്
ടാർഗറ്റ് ഓഡിയൻസ് സൈസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 1 മില്യൺ ഒക്കെ കാണിക്കും. പക്ഷേ ആ ഓഡിയൻസ് എല്ലാം നമ്മൾ ആഡ് റൺ ചെയ്യുന്ന ദിവസം ഓൺലൈൻ വരണമെന്നില്ല. പിടികിട്ടിയോ? അല്ലെ നമ്മൾ ആ ഒരു ആഡ് ലൈവ് ആയിരിക്കുന്ന ടൈമിൽ അവരുടെ ഇൻവെന്ററി നമുക്ക് അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ ആയിട്ട് ചെറിയ ചെറിയ എല്ലാം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിനകത്തുള്ള ഡേറ്റ നമ്മുടെ ക്യാമ്പയിനിൽ കിട്ടുന്ന ഒരു ഡേറ്റയും അതുകൊണ്ട് തന്നെ വളരെ റിലവൻ്റ് ആണ്. നമുക്ക് മറ്റൊരാളുടെ അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ ഡേറ്റയോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഡേറ്റ എല്ലാം എല്ലാ സമയത്തും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു പാറ്റേൺ ഇതുപോലെ നമ്മുടെ ഒരു മെട്രിക്സുകൾ കണ്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് കൂട്ടിയതിൻ്റെ സൈഡിലുള്ള പ്രശ്നമല്ല, അതുകൊണ്ട് മാത്രം നിങ്ങളുടെ റിസൾട്ട് കുറയത്തില്ല. ഇപ്പോൾ 20% നിങ്ങൾ ഇൻക്രീസ് ചെയ്തു, അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. അപ്പോൾ അതിനകത്ത് വന്ന് മിസ്റ്റേക്ക് കൊണ്ടല്ല നിങ്ങളുടെ റിസൾട്ട് അവിടെ കിട്ടാത്തത്. അവിടെ ഈ പറഞ്ഞ അവൈലബിലിറ്റി ഓഫ് ഇൻവെന്ററി ഒരു ഫാക്ടറാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇൻവെന്ററി ഇല്ലാത്തത് കൊണ്ട് ആ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മേ ബി മറ്റേ നമ്മൾ കൊടുത്തൊരു അതെ, അതായത് അൽഗോരിതത്തിന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, നമ്മളുടെ ഓഡിയൻസ് സൈസിനകത്ത് ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 10 lakh ഓഡിയൻസ് ഉണ്ട് നിങ്ങൾ കൊടുത്തേക്കുന്ന ടാർഗറ്റിങ്ങിനകത്ത്. പക്ഷെ അതിൽ തന്നെ നിങ്ങളുടെ കോർ റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഈ പറഞ്ഞ 25,000 ഉള്ളൂ. അവരെ ആരാണെന്ന് അൽഗോരിതത്തിന് കൃത്യമായി അറിയത്തില്ല. അത് അറിയിക്കാനാണ് നമ്മൾ ഈ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷനകത്തുള്ള മെയിൻ ആയിട്ടുള്ള മെട്രിക്സുകൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ നമുക്ക് എങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കാം, ആ രീതിയിലേക്ക് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ പെയ്ഡ് ആഡ്സിനകത്ത് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് ഒരു ആഡ് സെറ്റും ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതെ, നമുക്കത് ബിസിനസിന്റെ ഇതാണ് ലീഡ് കൗണ്ട് കൂട്ടുക എന്നുള്ളതാണ്. ലീഡ് കൗണ്ട് കൂട്ടുമ്പോഴും ലീഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒത്തിരി കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ക്വാളിറ്റി കൂടുതലും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു മനസ്സിലായോ? എയ്തർ ക്വാളിറ്റി സൈഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സൈഡ്, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സൈഡിൽ മാച്ച് ചെയ്യുന്ന ഒരു ഒപ്റ്റിമൽ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിടികിട്ടിയോ? അപ്പോൾ ആ ഒരു ഒപ്റ്റിമൽ പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേറ്റ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 months ആയിട്ട് ആ ഒരു ക്യാമ്പയിനിൽ തന്നെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നിങ്ങളുടെ ഒരു ഒപ്റ്റിമൽ പോയിന്റ് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ കൂടുതലായിട്ട് ഒരു സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ മറ്റേ സൈഡ് തീർച്ചയായിട്ടും അഫക്റ്റഡ് ആവും. അപ്പോൾ അത് ഒരു ബേസിക് ലോ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പോകാതെ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി നിങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കേഴ്സിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ഒപ്റ്റിമൽ പോയിന്റ്. അപ്പോൾ അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് അല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺസിഡർ ചെയ്യാം. മേ ബി നിങ്ങൾ ചിലപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പുതിയൊരു സെഗ്മെൻറ്റ് കിട്ടും, ഒരു ഓഡിയൻസ്, ഒരു എന്താ പറയുക, ഒരു പുതിയൊരു കോർ ഓഡിയൻസിനെ കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. അല്ലാതെ ഓൾറെഡി ഉള്ള ഈ 25,000-നകത്ത് നിങ്ങൾ ബഡ്ജറ്റ് ഒരുപാട് കൂട്ടിയെന്ന് പറഞ്ഞാലും അതിനകത്തുള്ള ഇൻവെൻട്രി മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നല്ല സ്ട്രാറ്റജി. യെസ്, എനിക്ക് ഈ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. മീൻസ് ഇങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് സ്പാമിലേക്ക് മെറ്റ സെർവ് ചെയ്യുന്നു, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ മലയാളി കണക്ട് ആയാലും നമുക്കത് ഓക്കെയാണ്. നമുക്ക് വേറെ ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സൺഡേ ചർച്ചയിൽ പറഞ്ഞു, നമുക്ക് ക്യാമ്പയിൻ റിസൾട്ട് കിട്ടുമ്പോഴും റിസൾട്ട് കിട്ടാത്തപ്പോഴും രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അത് ഡിഗ് ചെയ്ത് അതിന് റീസൺ കണ്ടുപിടിക്കണം. റിസൾട്ട് കിട്ടിയെങ്കിൽ ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് റീസൺ കിട്ടി, അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞോളെ അവൈലബിലിറ്റി ഓഫ് ഇൻവെന്ററി അല്ലെങ്കിൽ നമ്മുടെ കോർ ഓഡിയൻസ്, ഈ ഒരു മാർക്കറ്റിന്റെ സൈസ് എന്താണ്, ഈ മാർക്കറ്റിൽ തന്നെ ചിലപ്പം ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ നമുക്ക് കൂടുതൽ ട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു ഇ കൊമേഴ്സിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവറേജ് ഒരു ഡെയിലി കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു പ്രോഫിറ്റ് മാർജിൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു 20-25% ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ അടുപ്പിച്ച് ഒരു 2 ദിവസം 3 ദിവസം നമുക്ക് നോർമലി വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടിൻ്റെ ഒരു 3 times 4 times റിസൾട്ട് വന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് കാരണം നമ്മൾ അതെന്തുകൊണ്ട് ആ റിസൾട്ട് കൂടുതൽ വന്നു, അത് ഡിഗ് ചെയ്ത് പോയി നമുക്ക് മനസ്സിലായി. ആ ഒരു പർട്ടിക്കുലർ ഡേയ്സ് എന്ന് പറയുന്നത് ഇത് UK-ലാണ് ആ ക്യാമ്പയിൻ റൺ ചെയ്തത്. അപ്പം UK-ൽ 26th തൊട്ട് തന്നെ നമുക്ക് സാലറി ക്രെഡിറ്റ് ആവും. അപ്പോൾ 26th ആ ഒരു ടൈമിൽ നമുക്ക് സാലറി നേരത്തെ ക്രെഡിറ്റ് ആയ ആ ഒരു ഡേയും അതുപോലെ തന്നെ വീക്കെൻഡും ഇത് രണ്ടും ഒന്നിച്ച് മാച്ചിങ് ആയിട്ട് വന്നു. അതായത് ഒരു ഫ്രൈഡേ നമുക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഡേ ആയിട്ട് വന്നു.
Yeah. അപ്പൊ നമുക്ക് നോർമലി നമുക്ക് വീക്കെൻഡിൽ അത്യാവശ്യം ട്രാക്ഷൻ കൂടുതലുണ്ട്. ഒരു വീക്കിലി വൈസ് നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ വീക്കെൻഡ് നമുക്ക് റിസൾട്ട് കൂടുതലാണ്. അപ്പൊ ഈ ഒരു പാറ്റേണും സാലറി കിട്ടുന്ന പാറ്റേണും രണ്ടും ഒന്നിച്ച് മാച്ച് ചെയ്തപ്പോൾ നമ്മളുടെ റിസൾട്ട് നോർമലി വരുന്നതിന്റെ 3 times കൂടി. അപ്പൊ അത് നമുക്ക് അടുത്തൊരു ഇൻസൈറ്റ്സ് ആയി. അപ്പം ഇവിടെ നമുക്ക് എന്താ, ക്യാമ്പയിൻ സെയിം ആണ്, ക്യാമ്പയിനിൽ ഒരു മാറ്റം വന്നില്ല. പക്ഷേ പർച്ചേസിങ് ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പർച്ചേസിങ് പവർ ആ ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ കൂടിയപ്പോൾ എന്ത് വന്നു, സെയിൽസ് കൂടുതൽ വന്നു. മനസ്സിലായോ? എന്നിട്ടിപ്പോ അപ്പൊ ഇത് അങ്ങനെ തന്നെ ഞാൻ വീക്കെൻഡ് ഫണ്ട് കൂട്ടി അങ്ങനെ ഡിസിഷൻ എടുത്തോ? ഫണ്ട് കൂട്ടാനോ? നമുക്കപ്പം അപ്പൊ ഇതൊരു ഇൻസൈറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് മന്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു അപ്രോച്ചിലേക്ക് എടുക്കുമ്പോൾ ഇതൊരു ഇൻസൈറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു ഡേയ്സിലേക്ക് നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് സ്കെയിൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്കെയിലിംഗ് പ്ലാൻ നമ്മൾ ബിൽഡ് ചെയ്യും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യമുണ്ട്, ഈ 2 ദിവസം അല്ലെങ്കിൽ ഈ ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ബഡ്ജറ്റ് ഇതുപോലെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്താലും ആഡ് ബഡ്ജറ്റ് അവിടെ ബേൺ ആയി പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ ഇപ്പം ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ റീസൺ നമ്മൾ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ആ ദിവസം റിസൾട്ട് കിട്ടി, പിന്നെ റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. നമ്മൾ കുറേ ബഡ്ജറ്റ് അവിടെ ബേൺ ആക്കി കളയും. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ റീസൺ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പെയ്ഡ് ആഡ്സിൻ്റെ കാര്യങ്ങളും പഠിക്കും, മറ്റ് മാർക്കറ്റിൻ്റെ കാര്യങ്ങളും പഠിക്കും. മൊത്തത്തിൽ നമുക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ പൊക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റും. Yeah, I got it. Yeah. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. SEOയിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഷെബിനെ ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഗ്രൂപ്പിൽ വന്ന് ചോദ്യങ്ങളാണ് ഇങ്ങനെ ഈ ചോദ്യം ഉണ്ടോ? സോറി ചോദ്യം ഉണ്ട്, ചോദിച്ചോളൂ. പ്രോഗ്രാമാറ്റിക് പിന്നെ സിഒ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അത് കാര്യങ്ങൾ ചെയ്തവരുണ്ടോ? അപ്പൊ അതിലോട്ട് എന്താണ് നമ്മൾ മുന്നോട്ടായിട്ട് എടുക്കേണ്ടത്? എനിക്ക് അതിന്റെ എക്സാമ്പിൾ അറിയോ, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നൊക്കെ, അതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? പ്രോഗ്രാമാറ്റിക് SEO എന്ന് പറഞ്ഞാലേ അത് പ്യൂർലി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനകത്ത് നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രീമെയ്ഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെക്കണം ഒന്നുകിൽ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് ആക്ച്വലി ഒരു SEO പ്രൊഫഷണലിന്റെ ജോലിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതൊരു ഡെവലപ്പറുടെ ജോലിയാണ് ഒരു കൂടുതലായിട്ടും വരുന്നത്. ഞാൻ അത് ചെയ്തിട്ടില്ല. ആക്ച്വലി അത് കൂടുതലായിട്ടും ഡെവലപ്പറുടെ ഒരു ഇതാണ്. ഇതിനകത്ത് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ശ്യാം സാറ് ഇതിനകത്തില്ല. ചെയ്തിട്ടില്ല സാറേ, ചെയ്തിട്ടില്ല. സാറെന്നെ പറഞ്ഞോളൂ. അങ്ങനെയാണ് അത്. ഞാനൊന്ന് പിച്ച് ചെയ്തോട്ടെ. ഞാൻ അബ്ദുൽ വാജിദാണ്. മാംഗ്ലൂർ ബേസ്ഡ് ഡിജിറ്റൽ ഏജൻസിയാണ്. ഞങ്ങൾ ഒത്തിരി ക്ലയൻസിന് പ്രോഗ്രാമാറ്റിക് SEO എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോഗ്രാമാറ്റിക് SEO നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കോണ്ടെക്സ്ച്വലി അത് വാലിഡ് ആവുന്നുള്ള ഒരു സാഹചര്യത്തിൽ മാത്രം വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടെക്നീക്കാണ് പ്രോഗ്രാമാറ്റിക് SEO. ഫോർ എക്സാമ്പിൾ, പ്രോഗ്രാമാറ്റിക് SEO വളരെ കോമൺ ആയത് നമ്മളുടെ സാപ്പിയറിന്റെ എഫേർട്സിൽ കൂടിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവരുടെ പല ബ്ലോഗുകളും ഇതിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമാറ്റിക് SEOയിലോട്ട് കടന്നു വന്നത്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഇയർ Ahrefs അവരുടെ ടോപ്പ് വെബ്സൈറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ബാക്ക് ലിങ്കുകളും ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ള വെബ്സൈറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോഗ്രാമാറ്റിക് SEO ചെയ്തത്. അതായത് നമുക്ക് നോർമലി ലോക്കൽ പേജസ് ഒക്കെ പ്രോഗ്രാമാറ്റിക് SEO ചെയ്യുന്നതിലൂടെ നമുക്ക് ആക്ച്വലി ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാവുക. ബിക്കോസ് എക്സ്ട്രീംലി സിമിലർ ആയിട്ടുള്ള ഒത്തിരി പേജസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു ചങ്ക് ഓഫ് പേജസും അത് ഇൻഡെക്സ് ചെയ്യാതെ അവിടെ കിടക്കും. നമ്മളുടെ സെർച്ച് കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ അവിടെ കിടക്കുന്നത് കാണാം. ബിക്കോസ് നേരത്തെ എനിക്ക് തോന്നുന്നു ആള് ലീവ് ചെയ്തോ, പ്രസാദ് സർ പറഞ്ഞതുപോലെ, പ്രസാദ് ചേട്ടൻ പറഞ്ഞതുപോലെ അത് കുറെ കൂടി സിമിലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവറി ആൽഗരിതം അതിനെ പിന്നെ ആ ഒരു പാറ്റേണിലുള്ള ഒരു നമ്മളുടെ പ്രോഗ്രാമാറ്റിക് പേജസിനെയും അത് ക്രോൾ ചെയ്യില്ല. അത് ഡിസ്കവർ ചെയ്യും, പക്ഷെ ക്രോൾ ചെയ്യില്ല.
അപ്പൊ അതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എഫേർട്ട് ആക്ച്വലി വേസ്റ്റ് ചെയ്യാണ്. ഇഫ് യു ഹാവ് എ വെരി വാലിഡ് സെനാരിയോ, നല്ലൊരു വാലിഡ് സെനാരിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനുണ്ട് എഫേർട്ട് ഇടുന്നതിലൂടെ റിസൾട്ട് കിട്ടും. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ടെക്നിക്കലി എന്താ പറയാ ടൈം കൺസ്യൂമിങ് കൂടിയാണ്. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. സോറി, അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഏതാണ് അതിന് ഐഡിയൽ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് ഓക്കെ, ഞാൻ മനസ്സിലാകാൻ പറയാം. വേണ്ടിയിട്ടാണ്. ഇത് എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. അപ്പോ ഇത് ഓക്കെ, പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സിനാരി എക്സാമ്പിൾ നന്നായിട്ടും നല്ലതായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഷബീറിന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലൊരു നമുക്കൊരു റാൻഡം സെനാരിയോ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു സസ്പെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, കാറിന്റെ സസ്പെൻഷൻ. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് കമ്പനീസ് ദാറ്റ് ഹാസ് ബീൻ പ്രൊഡ്യൂസിങ്. അത് കുറെ കമ്പനികൾ ഇതേപോലെയുള്ള സസ്പെൻഷനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സെനാരിയോയിലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സസ്പെൻഷന്റെയും കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് നമ്മളുടെ ഈ പ്രോഗ്രാമാറ്റിക് എസ് യൂസ് ചെയ്യാം. കാരണം അതിൽ റിപ്പീറ്റിംഗ് പാറ്റേൺ വരും, അതിൽ റിപ്പീറ്റിംഗ് ഇൻഫർമേഷൻ വരും. ആൻഡ് ദാറ്റ് ഈസ് ഓൾറെഡി നോൺ. ഗൂഗിളിന് അറിയാം ഈ പാറ്റേണിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോണ്ടന്റ് ഇൻ ദ വെബ്സൈറ്റ് ഉണ്ടാവും, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി യൂസ്ഫുൾ എന്നുള്ളത്. വേറാസ് നിങ്ങൾ ജസ്റ്റ് ലോക്കൽ SEO അല്ലെങ്കിൽ നിങ്ങളുടെ വി ഹാവ് എ ബ്രാഞ്ച് ഇൻ ഡാഷ് എന്നുള്ള സെനാരിയോ ആണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ഒരു നിങ്ങൾ മൾട്ടി ലൊക്കേഷൻ ബിസിനസ്സിനും വേണ്ടി എല്ലാ ലൊക്കേഷൻസിലേക്കുള്ള കോണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റോങ് സെനാരിയോ. വേറാസ് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ ഓൾറെഡി അവൈലബിൾ പ്രോഡക്ട്സ് ആയി കമ്പയർ ചെയ്യണം, അതിന്റെ ഡിഫറൻസസ് ലിസ്റ്റ് ചെയ്യണം, അതും വെരി ജെന്യൂൻ ആയിട്ട് ലിസ്റ്റ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് SEO യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ കഴിഞ്ഞ വർഷം വരെ ഏകദേശം നമുക്ക് പ്രോഗ്രാമാറ്റിക് SEO യൂസ് ചെയ്ത് നമുക്ക് GPT ഒക്കെ വെച്ച് പ്രോഗ്രാമാറ്റിക് SEO എംപ്ലോയ് ചെയ്യുന്നത് കൊണ്ട് ദാറ്റ് വാസ് എ വെരി നൈസ് തിങ്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എ ഒരു ഫാഡ് ആയിരുന്നു കമ്മ്യൂണിറ്റീന്റെ ഇടയിൽ. പക്ഷെ ഇപ്പോൾ GPT ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ജനറേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ എൻ്റയർ വെബ്സൈറ്റിന്റെ അതോറിറ്റിയെ ബാധിക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ വി ഹാവ് കംപ്ലീറ്റ്ലി ടേക്കൺ എ ബ്രേക്ക് ഫ്രം എംപ്ലോയിങ് പ്രോഗ്രാമാറ്റിക് SEO അൺലെസ് ദർ ഇസ് ഒരു വ്യക്തമായിട്ടുള്ള കാരണമില്ല എങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമാറ്റിക് SEO യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നുള്ളത്. ഓക്കെ, താങ്ക് യു. പിന്നെ വാഹിദ്ജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ പ്രാക്ടോ പിന്നെ അതുപോലത്തെ കാറ്റഗറിയിൽപ്പെട്ട കമ്പനികൾക്കൊക്കെ അല്ലേ കൂടുതലും ഈ പറയുന്ന നിങ്ങളിപ്പോ ഈ കാർത്തിക് സാറും നിങ്ങളും പറഞ്ഞ ഈ ഡിസ്കവറബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഈ ഒരു യൂസ് കേസ് കൂടുതൽ വർക്ക് അത് ഈ പ്രോഗ്രാമാറ്റിക് SEO ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ആരാന്ന് വെച്ചാല് ട്രിപ്പഡ്വൈസറാണ്. ട്രിപ്പഡ്വൈസറിന് ലോക്കൽ പേജുകൾ തിങ്സ് ടു ഡു പേജസ് ആക്ച്വലി അവർക്ക് ഇല്ല എങ്കിൽ പോലും എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് ആ പേജ് വരും. അത് ആക്ച്വലി വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്തതും എഫക്റ്റീവ് ആവുന്നതും അവർക്ക് പ്രസാദ്, എനിക്ക് അതിലൊരു ഭിന്നാഭിപ്രായം ഉള്ളത്, എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബിസിനസ് ടേംസിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചത് സാപ്പിയർ ആയിരുന്നു. സാപ്പിയർ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സാപ്പിയർ ആണ് ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് അത് ഉപയോഗിച്ചത്. ഇന്നും അവർ പല ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പ് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സർവീസ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സെർച്ച് ടേമിലും സാപ്പിയറിന്റെ ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമാറ്റിക് SEO പേജസ് തന്നെയാണ് കയറി വരിക. ബാക്കിയുള്ള പലതും റാങ്ക് ചെയ്യപ്പെടുകയും പിന്നെ ഡിമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് സ്റ്റിൽ ദെയർ. അതാണ് ആ ഒരു ബ്രില്യൻസ്. സാപ്പിയറിന്റെ ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഈ പ്രോഗ്രാമാറ്റിക് SEOയുടെ ഇത്രത്തോളം ഫേമസ് ആക്കിയത്. പിന്നെ കുറെ ടൂളുകളും അവൈലബിൾ ആണ് ഈ പ്രോഗ്രാമാറ്റിക് SEO ഒരു ബ്ലോഗ് ടൈപ്പ് അല്ലെങ്കിൽ പേജ് ടൈപ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറെ ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷെ ഈ ടൂളുകളൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സെനാരിയോസിൽ ഈ പ്രോഗ്രാമാറ്റിക് SEO ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് തന്മൂലം നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സെനാരിയോയിലോട്ട് കടന്നു പോകുന്നുണ്ട്. ഈ പ്രാക്ടോ ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, പ്രാക്ടോ ചെയ്തിട്ടില്ല. പ്രാക്ടോ ഒക്കെ ആക്ച്വലി മാനുവലി ആണ് ചെയ്യുന്നത്. പ്രാക്ടോ മാത്രമല്ല അവർക്ക് ആക്ച്വലി പിന്നെ അത് സിനറിയോ വേറെയാണ് സാറേ വരുന്നത്. ഈ സാപ്പിയർ മാത്രമല്ല, നമ്മൾ SKUs പിന്നെ HSN കോഡുകൾ, SKU അല്ല HSN കോഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അവര് വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ഏത്
പിന്നെ ഇത് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട HSN കോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് സംഭവം നോക്കിയാലും അത് കാണാൻ പറ്റും. അവർ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ആക്ച്വലി ഇത് മാത്രം മതി, അത് പെട്ടെന്ന് തന്നെ അത് ഇൻഡെക്സ് ചെയ്യും. ഒരു വിത്തിൻ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സിനുള്ളിൽ അത് ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും ആ പേജ്. നമുക്കത് കാണാനും പറ്റും, അത് ഇൻഡെക്സ് ചെയ്യുകയും ചെയ്യും. നമ്മളത് ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. സാപ്പിയറും അതെ, സാപ്പിയർ ഞാൻ പിന്നെ അത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. കാരണം എനിക്ക് കൂടുതലും ഞാൻ 2 രീതിയിൽ, ഒന്ന് പ്രൊഡക്റ്റ് ലെഡ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ വളരെ നല്ലതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അറിയാം. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബറിൽ വന്ന അപ്ഡേറ്റ് ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിലൊക്കെ അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് ഈ ഒക്ടോബറിൽ വന്ന അപ്ഡേറ്റിൽ ഈ പാരസൈറ്റ് SEOയും ഇതെല്ലാം പോയ കണ്ടന്റ് ഫോർ ദ സേക്ക് ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വന്നൊരു ഇതുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യുക, പിന്നെ അതോറിറ്റി അബ്യൂസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ആ സമയത്താണ് ആക്ച്വലി പ്രോഗ്രാമാറ്റിക് SEOയുടെ ഒരു യെസ്, കറക്റ്റ് ആണ്. തകർച്ച തുടങ്ങുന്നത്. പിന്നെ ഈ പിന്നെ പ്രോഗ്രാമാറ്റിക് SEOയുടെ ഒരു വേറൊരു അക്കിലീസ് ഹീൽ എന്ന് പറയുന്നത് നമ്മളുടെ ആക്ച്വൽ ക്രോൾ ബഡ്ജറ്റിന്റെ അകത്ത് ഇത് ഒരിക്കലും ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ ഗൂഗിളിന്റെ ഇൻഡെക്സേഷൻ API ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊരു റൈറ്റ് മെത്തേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ഇൻഡെക്സേഷന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഗൂഗിളിന്റെ ഇൻഡെക്സേഷൻ API വെച്ച് നമ്മൾ ഇൻസ്റ്റന്റ് ഇൻഡെക്സിങ് ചെയ്യിപ്പിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾ പറഞ്ഞു വന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ അപ്ഡേറ്റിന് ശേഷം ഇതൊക്കെ ഒരു ഇൻഎഫക്റ്റീവ് മെത്തേഡ്സ് ആയിട്ടും നമ്മളൊരു യൂസ്ലെസ് മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന രീതിയിലേക്ക് അതെ, മാറിയിട്ടുണ്ട്. ഇൻഡെക്സേഷൻ ഈ APIയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഗൂഗിൾ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഉപയോഗിക്കാം, ജോബ് പോസ്റ്റിംഗ് വെബ്സൈറ്റുകൾക്ക്, ന്യൂസ് വെബ്സൈറ്റുകൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ നമ്മൾ അതിന് ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ആംബുലൻസിനെ എത്രയും പെട്ടെന്ന് കടത്തിവിടാൻ എല്ലാവരും ആഗ്രഹിക്കും. കാരണം എന്ന് വെച്ചാൽ അതിന് എമർജൻസി ആണത്, അത് അവിടെ എത്തേണ്ടത് ആ സമയത്ത് എത്തിയിട്ടേ കാര്യമുള്ളൂ. പക്ഷേ സാധാരണ ട്രാവലേഴ്സിന് ഈ പറഞ്ഞ പോലെ ടൈം ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എല്ലാ വണ്ടികളും അലാം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ആ സമയത്ത് പ്രശ്നമാകും. അപ്പോൾ ആംബുലൻസ് ആക്ച്വലി അലാറം വെച്ചിട്ട് പോകുന്ന സമയത്ത് മറ്റൊരാൾ അലാം വെച്ചിട്ട് പോയി കഴിഞ്ഞാലും കടത്തിവിടും. പക്ഷേ ഇതുപോലെ എന്നും എല്ലാ വണ്ടികളും അതുപോലെ അലാം വെച്ചിട്ട് പോകാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ APIയുടെ കാര്യത്തിലും സംഭവിച്ചത്, പലരും അത് അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഗൂഗിൾ അതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സൈറ്റുകൾക്ക് അത് ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ജോബ് പോസ്റ്റിംഗ്, വെതർ ഇത് അങ്ങനെയുള്ള പിന്നെ നോളജ് ഡൊമൈനിൽ ഇപ്പൊ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ഇന്നൊരു സംഭവം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് തന്നെ അത് അറിയണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത 48 hours ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നാളെയോ മറ്റന്നാളോ അറിഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ അതല്ലാതെയുള്ള കണ്ടന്റുകൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് അവർ പെർമിഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രം ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു ഇതിൽ ഇന്നിപ്പോ ആൻഡ്രൂ ഹോളണ്ട് എന്ന് പറഞ്ഞുള്ള ഒരാളെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റിന്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആവശ്യമില്ലാത്ത കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. നമ്മുടെ പ്രൈമറി ബിസിനസ് മോഡലുമായിട്ട് ഗൂഗിളിന് അറിയാം നമ്മുടെ പ്രൈമറി ബിസിനസ് മോഡൽ എന്താണെന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെടാത്ത കണ്ടന്റുകൾ ആക്ച്വലി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പോലും ഗൂഗിൾ ആക്ച്വലി അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. നല്ല കണ്ടന്റ് ആണെങ്കിൽ പോലും കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെറുതെ ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കുക, അതും ആണ് ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. പക്ഷെ നമ്മുടെ പ്രൈമറി ബിസിനസ് മോഡലുമായിട്ട് അതിന് വലിയ ബന്ധമില്ല എങ്കിൽ ഗൂഗിൾ ആക്ച്വലി അത് പരിഗണിക്കുന്നില്ല. ഈ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ചില വെബ്സൈറ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള വെബ്സൈറ്റുകൾ താഴേക്ക് പോകുന്നതിന്റെ ഒരു കാരണം അതായി ഇപ്പൊ വന്ന ഓഗസ്റ്റ് അപ്ഡേറ്റിൽ. അപ്പൊ അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിന്റെ പുറകെ പോവാതെ പ്രോഫിറ്റിന്റെ പുറകെ പോകുന്ന ഒരു അപ്രോച്ച് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡ് തന്നെ അതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഈ പറഞ്ഞ പോലെ അത്രയും ട്രാഫിക് ആക്ച്വലി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. ഞാനും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 3 ഏജൻസികൾക്കൊരു ട്രെയിനിങ് കൊടുത്തത് തന്നെ അവരുടെ ആവശ്യമില്ലാത്ത ട്രാഫിക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർക്ക് 1.5 lakh പ്ലസ് ട്രാഫിക് ഉണ്ട് ആക്ച്വലി. അതുകൊണ്ട് വലിയ ഗുണമില്ല. നോക്കിയപ്പോൾ എല്ലാം ജനറിക് ബ്ലോഗുകളാണ്. അപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ അത്രയും ട്രാഫിക്കുകൾ വരുന്നു, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്, എഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പ്രോഗ്രമാറ്റിക് SEO ശരിക്കും പറഞ്ഞാൽ അത് ആക്ച്വലി വളരെ എന്താ പറയാ അധികം പേരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് നേരത്തെ
വാജിദ് പറഞ്ഞതുപോലെ തന്നെ AHRF ഭയങ്കര തിരിച്ചടി കിട്ടിയിരുന്നു. കാരണം അവർക്ക് SEOയില് SEO ഫോർ റിയൽ എസ്റ്റേറ്റ്, SEO ഫോർ ദന്തിസ്റ്റ്, ഈ ഇങ്ങനെയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 20ഓളം കാറ്റഗറിയിൽ പേജുകൾ ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ ഇതിൽ. പക്ഷെ ഗൂഗിൾ പറയുന്നുണ്ട് ഗൂഗിളിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഗൂഗിളിന് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ മൾട്ടി ലൊക്കേഷൻ പേജിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഗൂഗിളിന് അത് മനസ്സിലാക്കാൻ പറ്റും. സിമിലർ പേജ് ആണ്, അല്ല സിമിലർ പേജ് അല്ല, അതൊരു ഇതിന്റെ തന്നെ മറ്റൊരു പേജാണ്, വേറൊരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒപ്റ്റിമൈസേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് അതൊരു പാസ് മാർക്ക് മാത്രമാണ്. അത് ഒരിക്കലും അതിനൊരു എന്താ പറയുക ടോപ്പ് ലെവലിലേക്ക് പോകുന്നില്ല. ടോപ്പ് ലെവലിൽ അവിടെ മറ്റൊരു പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ആ പേജ് ആയിരിക്കും റാങ്ക് ചെയ്യുക. ഗൂഗിളിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന വെബ്സൈറ്റിന്റെ തന്നെ ഇന്ന ഇതിലുള്ള ഒരു പേജാണ് അത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അതവർക്ക് അവർ ഈ പറഞ്ഞ പോലെ പെനാൽറ്റി കൊടുക്കില്ല, പെനലൈസ് ഇല്ല. പക്ഷേ അവിടെ ടോപ്പ് പെർഫോമിംഗ് പേജുകൾ വേറെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതായിരിക്കും റാങ്ക് ചെയ്ത് വരുന്നത്. അപ്പൊ അതാണ് അതിനകത്തുള്ളൊരു സംഭവം. അതുകൊണ്ട് ഇപ്പോൾ അതൊരു ഫാന്റസി അല്ല ആക്ച്വലി ഈ പ്രോഗ്രാമാറ്റിക് SEO. നേരത്തെ അതൊരു വലിയൊരു ഫാന്റസി ആയിരുന്നു, അല്ലേ വജിത്? അങ്ങനെയല്ലേ അത്? പോയോ? അല്ല, ഞാനുണ്ട്. എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത്? പ്രോഗ്രാമാറ്റിക് ക്ലിയർ ആയില്ല. SEO ആക്ച്വലി ഒരു ഫാന്റസി ആയിരുന്നു കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിൽ. ഇപ്പൊ അതിന്റെ ഒരു ആ സംഭവം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ഏതൊരു ഫാഡിനെ ആൾക്കാർ എന്താ പറയാ എടുത്തു ചാടി കയറി പോകുന്നതിന് പകരം ആവശ്യമുള്ള ആൾക്കാർ മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പെനാൽറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പെനാൽറ്റി വരുന്നുള്ളത് നമ്മളുടെ വെബ്സൈറ്റ് ലെവലിൽ പെനാൽറ്റി വരുന്നില്ല. പക്ഷെ ആ പെർട്ടിക്കുലർ പേജസ് ഡി ഇൻഡെക്സ് ആയി പോവുകയാണ് ഇവിടെ വരുന്നുള്ളൊരു പെനാൽറ്റി എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം. അതായത് ആ പേജസ് ഡി ഇൻഡെക്സ് ആവുന്നുണ്ട് ഈവൻ ഇഫ് ഇറ്റ് ഈസ് വാസ് വൺസ് ഇൻഡെക്സ്. അതെ 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 അത് ഒരു കാര്യം. അതെ, അതുകൊണ്ട് വെറുതെ അവിടെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അത് ഡി ഇൻഡെക്സ് ആയെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, വലിയ നാഷണൽ അല്ല ഇന്റർനാഷണൽ മീഡിയകളുടെ പേജുകൾ വരെ അത് ഡി ഇൻഡെക്സ് ആയി പോയിട്ടുണ്ട്. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മാസീവായിട്ട് ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്ത, എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല, വളരെ പോപ്പുലർ ആയിട്ടുള്ള മീഡിയാസ്, ന്യൂയോർക്ക് ടൈംസ്. സിംപിളി പുട്ട് നമുക്ക് ഫോബ്സ്, ബ്ലൂംബർഗ് ഇവർക്കടക്കം അതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഒറ്റ രാത്രി കൊണ്ട് മില്യൺസ് ഓഫ് ട്രാഫിക് ഇല്ലാതായ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. ഒത്തിരി ഉണ്ട്. പക്ഷെ അങ്ങനെ ആയ വെബ്സൈറ്റുകൾക്കുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഒരു ഗെയിൻ ഇൻ ട്രാഫിക് അവർക്ക് അതൊരു മോണിമെന്റൽ ടാസ്ക് ആയിട്ട് മാറാറുമുണ്ട്. അതെ അതെ അതെ, പക്ഷെ ചെയ്യാം. ഈ പറയുന്ന പോലെ ചില സിറ്റുവേഷനിൽ നമുക്കത് വളരെ ഈ പറഞ്ഞ പോലെ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്യാം. അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അതെ, നമുക്ക് ഒരു ഹ്യൂമൻലി സെൻസിബിൾ എന്ന് തോന്നുന്ന സെനാരിയോയിൽ അത് ഗൂഗിളിനും സെൻസിബിൾ ആയിട്ട് തോന്നാം. നോട്ട് ആസ് എ SEO, ഒരു SEO സ്പെഷ്യലിസ്റ്റ്, ഒരു SEO പേഴ്സൺ എന്നുള്ള നിലയിലല്ല, ഒരു സാധാരണ യൂസർ എന്നുള്ള നിലയിൽ, ഒരു റീഡർ എന്ന നിലയിൽ സെൻസിബിൾ ആയിട്ട് തോന്നുന്ന സെനാരിയോസിൽ ഇത് സെൻസിബിൾ ആണ്. അങ്ങനെ ചിന്തിച്ചെടുത്താൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സെനാരിയോസിൽ സാപ്പിയറിന്റെ ആണെങ്കിലും പിന്നെ നമ്മളുടെ പ്രോഡക്റ്റ് കമ്പാരിസൺ ആണെങ്കിലും അതുപോലെയുള്ള സെൻസിബിൾ ഏരിയയിൽ അവിടെ തന്നെയും ഇപ്പോഴും പ്രോഗ്രാമാറ്റിക് ചെയ്യുന്ന ഞങ്ങളുടെ ക്ലയൻസിനൊക്കെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ വലിയ എക്സൽ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ പല ചങ്ക്സ് ഓഫ് പ്ലേസസ്, അതായത് നമ്മൾ ഒരു പേജിനെ പല ചങ്കുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് ഈച്ച് ചങ്ക്സിനെയും നമ്മൾ GPT API വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്യിക്കുകയായിരുന്നു മുമ്പ്. ഇപ്പൊ അത് മാനുവലി റൈറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ എക്സ്റ്റേണൽ കോണ്ടന്റ് ടീംസിന് കൊടുത്തിട്ട് മാനുവലി റൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അത്രത്തോളം എന്താ പറയുക സെൻസിറ്റീവായി, എത്രത്തോളം കെയർഫുൾ ആയിട്ട് അപ്രോച്ച് ചെയ്താലേ ഇതിൽ ബെനിഫിറ്റ് ഉള്ളൂ. ആൻഡ് ദാറ്റ് ടു ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രോഗ്രാമാറ്റിക് പേജസ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ മാത്രമേ ലാഭമുള്ളൂ. അപ്പോൾ ഇപ്പൊ കാണുന്ന ഒരു മാസീവ് സ്കെയിലിങ്ങിന് പകരം നമ്മളുടെ പേജിൽ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓർ മീഡിയം ആയിട്ട് മാത്രമേ ഇനി പ്രോഗ്രാമാറ്റിക് SEO കാണാൻ പാടുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ്. അതെ അതെ, അത് തന്നെയാണ് എനിക്കും അതിനകത്ത് പറയാനുള്ളത്. പക്ഷെ എനിക്കറിയാൻ അഭിനവനൊക്കെ അറിയായിരിക്കും, ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെയുള്ള ഏജൻസികൾ പലരും ഈ പറഞ്ഞ പോലെ അതിന്റെ പുറകെ ആയിരുന്നു, ആവശ്യമില്ലാതെ ക്ലയന്റിന്റെ ഭാഗത്തുള്ള പ്രഷർ താങ്ക് ഉണ്ടായിക്കാണും. യു. ഹലോ,
പിന്നെ ലിങ്ക്ഡിൻ ആഡ്സിനെ കുറിച്ച് വല്ല പരിചയം ഉണ്ടോ? ഏതാ അതിനെ കുറിച്ച് ഇങ്ങനെ ചെയ്തവരുണ്ടോ ലിങ്ക്ഡിൻ ആഡ്സ്? ലിങ്ക്ഡിനാണ് ഷെബിൻ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അതില് പിന്നെ ഏത് ടൈപ്പ് ആഡ്സ് ആണ് കൂടുതലും നല്ലത്? ഇപ്പൊ ഒരു സിനാരിയോ പറയാ. ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഫ്ലാറ്റുകൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. വെച്ചാല് 1 കോടി 1.5 കോടിയൊക്കെ വരുന്ന പ്രൈസ് വരുന്ന സാധനമാണല്ലോ അത്. അപ്പൊ അത് ഞാനതിനൊരു ടാർഗറ്റ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി. ഡിപ്ലോയ്ഡ് നേറ്റീവ് ആഡ്സ് പ്രോഗ്രാമാറ്റിക്, അതാണ് അതിന് ഏറ്റവും നല്ലത്. ലിങ്ക്ഡിന്റെ കാര്യം ഷെബിൻ പറയും, പക്ഷെ ആ യൂസ് കേസിൽ നല്ലത് പ്രോഗ്രാമാറ്റിക് ഡിസ്പ്ലേ ആണ് ഏറ്റവും ബെസ്റ്റ്, നേറ്റീവ് ആഡ്സും. അല്ല, ഞാൻ ആളുടെ സിനാറിയോ ലിങ്ക്ഡിന്റെ കംപ്ലീറ്റ് കാര്യം ആവാനായിട്ട് വെയിറ്റ് എനിക്കറിയില്ല. ചെയ്യായിരുന്നു. ഷബീർ പറഞ്ഞോളൂ. ഓക്കെ, സിനാരിയോ ഇത്രേ ഉള്ളൂ. സിനാരിയോ പറഞ്ഞാല് പിന്നെ ഫ്ലാറ്റ് ആണ് വിൽക്കുന്നത്. അപ്പോ അതില് ഇപ്പൊ സാധാരണ കൂടുതൽ നല്ല പൈസ ഉള്ള നല്ല ആൾക്കാർ കണ്ടിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതാണ് എൻക്വയറി വരുള്ളൂ. മറ്റുള്ളവരൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ എക്സും പിന്നെ അതുപോലെ തന്നെ ലിങ്ക്ഡിനും ആണ് നമ്മൾ സജഷൻ ആയിട്ട് കൊടുത്തത്. അപ്പോൾ ഈ സജഷൻ തന്നെ കറക്റ്റ് ആണോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ മറ്റുള്ള CEO ലെവൽ അതുപോലെ തന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവർക്കാണ് കൂടുതൽ ഇതിൻ്റെ ആവശ്യം വരിക. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ബിസിനസ് ലെവൽ ബാംഗ്ലൂർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒക്കെ സ്ഥലം, അങ്ങനത്തെ ആൾക്കാരും അതുപോലെ അവർ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ പോകുന്നവരും അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ കൂടുതൽ ആക്റ്റീവ് ആണെന്നുള്ളതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലിങ്ക്ഡിൻ ഏതായാലും അവർ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. എക്സിനെ ഞാൻ കടന്നിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് എഫക്റ്റീവ് ആവാന്നും അത് ചെയ്ത ഒരു പരിചയം ഉണ്ടോയെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും. എത്രയാണ് അപ്രോക്സിമേറ്റ് ആഡ് ബഡ്ജറ്റ് വരുന്നത്? ആഡ്സ് ബഡ്ജറ്റ് ഞാൻ ടീമിനോട് സംസാരിച്ചിട്ടില്ല. അതിന്റെ ഒരു ഇതേ പറഞ്ഞിട്ടുള്ളൂ. സിനാരിയോ ഓക്കെ അവര് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നതാണ് സത്യത്തിൽ ആദ്യം. ഓക്കെ ഈ ഓക്കെ. ഒരു അത് നമുക്ക് ലിങ്ക്ഡിൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് സജഷൻസ് പറ്റും. കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സജഷൻസ് കൊടുത്ത് പിന്നെ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇതാക്കണേ ഒന്ന് കാണാമെന്ന് പറഞ്ഞ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ മുന്നേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതാണ് ഞാൻ. കാണണോ കാണണ്ടേ എന്നുള്ളത്. എൻ്റെ ഓഡിയോ ഡിലേ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഡിലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ലിങ്ക്ഡിൻ്റെ കേസിനകത്ത് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇപ്പം മറ്റ് പ്ലാറ്റ്ഫോമിൽ ഒരു ടാർഗറ്റിംഗ് ലെവൽ വരുന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഹയർ പർച്ചേസിംഗ് പവർ ഉള്ള ആൾക്കാരെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ലിങ്ക്ഡിൻ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ. കുറേ കൂടെ സ്ട്രേറ്റ് ഫോർവേഡാണ്. നിങ്ങൾക്ക് ഇപ്പം ഒരു 50 എംപ്ലോയീസ് എബോവ് ഉള്ള ടൈപ്പ് കമ്പനിയുടെ തന്നെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോ ഫൗണ്ടേഴ്സ്, CEO അങ്ങനെയൊക്കെ ഉള്ളൊരു യൂസർ ബേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു മുംബൈ, ചെന്നൈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൊക്കേഷനിലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഓഡിയൻസ് സൈസും കിട്ടും. ഓക്കെ. സോ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മറ്റ് പ്ലാറ്റ്ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലീഡ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതൊന്ന് ഒരു ആവറേജ് നിങ്ങൾക്ക് ഒരു 1500 തൊട്ടൊരു 2000, 3000 വരെയൊക്കെ ഒരു ലീഡ് കോസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിങ്ക്ഡിനിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ സൈസ് മറ്റ് പ്ലാറ്റ്ഫോം പോലെ എടുക്കുമ്പോൾ അത്രയും ബിഗർ സൈസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമ്പയിൻ പെട്ടെന്ന് തന്നെ സാച്ചുറേറ്റ് ആവാനായിട്ടുള്ളൊരു ചാൻസും ഉണ്ട്. സോ നിങ്ങളിപ്പോൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം ക്രിയേറ്റീവും മറ്റ് നിങ്ങളുടെ ക്യാമ്പയിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മന്തൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടും. പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും കൃത്യമായ ഒരു ക്രിയേറ്റീവ് റിഫ്രഷ് ചെയ്ത് പോകണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊരു ലീഡ് കോസ്റ്റ് കൂടുതൽ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓഡിയൻസ് സൈസിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. സോ പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു അപ്രോച്ചാണ്. പക്ഷേ ബഡ്ജറ്റ് വേണം. ഒരു മിനിമം പെർ ഡേ ഡെയിലി ബഡ്ജറ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 500 ആയിരുന്നു ഞാൻ കുറച്ച് നാൾ മുന്നേ യൂസ് ചെയ്തപ്പം. ഇപ്പോൾ കറക്റ്റ് എത്രയാണ് റിക്വയർമെൻറ്റ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒന്നതുണ്ട്. 2 ഞാൻ പറഞ്ഞോളൂ, നമ്മുടെ മറ്റ് പ്ലാറ്റ്ഫോം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം മെറ്റയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 5 times നമുക്ക് എക്സ്പെൻസീവ് ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇനി എക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എക്സിനകത്ത് നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. ഞാനത് ഇപ്പം ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ നോക്കിയപ്പം ഒരു 2 വർഷം മുന്നേ വരെ എക്സിനകത്ത് നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാഫിക് ക്യാമ്പയിൻ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി നമ്മൾ എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അവയർനെസ് ഫണലിലേക്കാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ പറ്റുന്നത്. ഇന്ന പോലൊരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൽ ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു ഒരു അവയർനെസ് നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എക്സ് കറക്റ്റാണ്.
ഓക്കെ. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നേരെ കിട്ടുന്നതാണ് പ്രോഗ്രാമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ. അവിടെ നിങ്ങൾക്ക് കുറേ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം ഒരു ലൈക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഓണേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു CEO ലെവലൊക്കെ ഉള്ള ആൾക്കാരിലേക്കാണെങ്കിലും അവരുടെ ഒരു സൈക്കോഗ്രാഫ് നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് മാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോഗ്രാമാറ്റിക്കിൽ പറ്റും. പക്ഷെ അവിടെ ബഡ്ജറ്റ് നമുക്ക് വേണം. അപ്പം ആ ബഡ്ജറ്റ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഗ്രാമാറ്റിക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ആവറേജ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമാറ്റിക്കിനേക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേറ്റീവ് മാത്രമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പം നേറ്റീവ് ട്രൈ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് തബൂല അല്ലെങ്കിൽ ഔട്ട് ബ്രെയിൻ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബെറ്റർ റിസൾട്ട് അവിടെ കിട്ടും. ഇനി ഈ പറഞ്ഞ നേറ്റീവിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു ഓഡിയൻസ് ടാർഗറ്റിങ്ങിനോടൊപ്പം തന്നെ ടോപ്പിക് ലെവൽ ടാർഗറ്റിംഗ് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം വില്ല പ്രോജക്റ്റ് ഇങ്ങനത്തെ കോണ്ടന്റ് ഒക്കെ ആണെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ക്യാമ്പയിൻസ് കൂടുതലായിട്ട് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആ നേറ്റീവിൽ ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റിംഗിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ഓക്കെ, ആണോ? ക്ലിയർ ആണ്. താങ്ക് യു. നല്ലൊരു ഡൗട്ട് ലൈൻ കിട്ടി. ഓക്കെ. ഷെബിനെ ഒരു ക്വസ്റ്റ്യൻ സലീം ചോദിച്ചിട്ടുണ്ട്, മീഡിയ ബൈയിങ് ഇൻ മെറ്റ. ഇവിടെയാണ് ചാറ്റ് എക്സ്പ്ലെയിൻ അബൌട്ട് മീഡിയ ബൈയിങ് ഇൻ മെറ്റ. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? മീഡിയ ബൈയിങ് എന്താണെന്നാണോ അതോ മീഡിയ ബൈയിങ്ങിനകത്ത് എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? മീഡിയ ബൈയിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ നമ്മുടെ അവിടെ ലൈവ് ആക്കുന്നതിനെയാണ് മീഡിയ ബൈയിങ് എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഒരു അഡ്വർടൈസ്മെന്റ് ടേമാണ് മീഡിയ ബൈയിങ്. നമ്മൾ ഒരു 10,000 റുപ്പീസിന് ഒരു വീഡിയോ വ്യൂ ക്യാമ്പയിൻ നമ്മൾ പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ആ 10,000 റുപ്പീസിനുള്ള അല്ലെങ്കിൽ ഇത്ര മില്യൺ വീഡിയോ വ്യൂസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, നമ്മളുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനെ ഒരു മീഡിയ ലാൻഡ്സ്കേപ്പിൽ അതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് മീഡിയ ബൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആഡ് റൺ ചെയ്യുന്ന പരിപാടിക്ക് തന്നെയാണ് മീഡിയ ബൈയിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന എൻവയോൺമെന്റ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. പിടികിട്ടിയോ? ഒന്നുകൂടി പറയാം. അപ്പോൾ കൂടുതലും കുറച്ചുകൂടി ഇപ്പോൾ ഒരു ബിഗർ MNC ടൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് റൺ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മീഡിയ ബൈയിങ്. അപ്പോൾ ഈ പെയ്ഡ് ആഡ്സ് അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ആഡ്സ് എങ്ങനെ റൺ ചെയ്യണം, അതിനകത്ത് ഒരു അഡ്വർടൈസേഴ്സിന്റെ സ്കില്ലിനെ മനസ്സിലാക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു സർട്ടിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയ ബൈയിങ് സർട്ടിഫിക്കേഷൻ. ആ ആഡ്സ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, ഈ പറഞ്ഞ ടേംസ് ഒക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ് മീഡിയ ബയർ. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഷെബിൻ ബ്രോ, മീഡിയ ബയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ ആക്ടിവിറ്റീസ് മാത്രമേ പെടൂ, പുറമേ അതും പെടുമല്ലേ? സോ മീഡിയ ബൈയിങ് ഇൻ മെറ്റ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റയ്ക്കകത്ത് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന ഒരു ആഡ്സ് എന്താ പറയുക, ഒരു ആഡ്സിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ മീഡിയ ബയർ എന്ന് പറയാം. മീഡിയ ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയിൽ കൂടുതലും ആ ഒരു ആഡ്സിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയ ബൈയിങ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പൊ ഇത്ര ഇംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, പെയ്ഡ് ആഡ്സ്, ഇതാണ് നമ്മളവിടെ ചെയ്യുന്ന മീഡിയ ബൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഇംപ്രഷൻ ബേസിൽ മാത്രം നമ്മളൊരു ഇത് വെക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു ഇതിന് KPI എങ്ങനെ വരുന്നത്, ബിസിനസിന്റെ ഗ്രോത്ത് ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതെങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കും, ഇതിന്റെ KPI എങ്ങനെയൊക്കെയാണ് വരുന്നത്? എനിക്ക് ആ ഡൗട്ട് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ഈ ഞാനിപ്പോൾ പറഞ്ഞ മീഡിയ ബൈയിങ് എന്ന് പറയുന്നതിനകത്ത് ഞാനിപ്പോൾ ഇംപ്രഷൻ മെൻഷൻ ചെയ്ത കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്ര ഇംപ്രഷൻ ഇത്ര അമൗണ്ട് സ്പെൻഡ് ചെയ്യും. ഇല്ല, ഇവിടെ നമ്മൾ അങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കുക വേണ്ട. നമ്മളിപ്പോൾ ഇവിടെ പെയ്ഡ് ആഡ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഈ പ്രോസസ്സ് തന്നെയാണ് മീഡിയ ബൈയിങ്. മനസ്സിലായോ? നമ്മൾ പെയ്ഡ് ആഡ്സ് എന്ന് വിളിക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് മീഡിയ ബൈയിങ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു അവയർനെസ് ക്യാമ്പയിൻ ആണ് നമ്മൾ റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അവയർനെസ് ക്യാമ്പയിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്, അല്ല മെയിൻ KPI എന്ന് പറയുന്നത് ഇത് റീച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്ര ഇംപ്രഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര വീഡിയോ വ്യൂസ് എന്ന് പറയുന്നതായിരിക്കാം. അപ്പോൾ വീഡിയോ വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ റൺ ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ അവിടെ KPI വരാൻ പോകുന്നത് ഒരു VTR ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ത്രൂ പ്ലേ ആവാം, അല്ലെങ്കിൽ എത്ര ത്രൂ പ്ലേ കിട്ടിയെന്നുള്ളതാവാം. ഇനി ഇത് റീച്ച് ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് പെർ റീച്ച് ആയിരിക്കും, എത്ര റീച്ച് കിട്ടുന്നതായിരിക്കും, അവിടെ CPM വരും. നോർമലി നമ്മൾ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുമ്പോൾ വരുന്ന KPI തന്നെയാണ് ഇവിടുത്തെ KPI. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു ടേം മാത്രമാണ് മീഡിയ ബൈയിങ്. മനസ്സിലായോ? ക്ലിയർ ആണോ അത്? Have to be more clarify on it, but have to be think about it.
അല്ലെ എന്താ അവിടെ കൺഫ്യൂഷൻ വരുന്നത്? നിങ്ങൾ ആർട്സ് റൺ ചെയ്യുന്ന ആളല്ലേ? എന്തുകൊണ്ടാ ടേം മാറ്റി പറയുന്നു? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ഇപ്പം ഗ്രൂപ്പം അല്ലെങ്കിൽ ഒരു ഒരു ടോപ്പ് ലെവൽ അഡ്വർടൈസ്മെന്റ് ഫേംസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അവർ യൂസ് ചെയ്യുന്ന ഒരു ടേം ഇതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പൊ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ട് പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്ന ആൾക്കാർ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയാറുണ്ട്. ഓർഗാനിക് ആയിട്ടും പെയ്ഡ് ആഡ്സും രണ്ടും ചെയ്യുന്ന ആൾക്കാരെ പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയാനുണ്ട്. നമ്മളിപ്പോൾ പെർഫോമൻസ് മാർക്കറ്റർ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് അവരുടെ. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങളുടെ ജോബ് പൊസിഷൻ വരുന്നത് പെയ്ഡ് ആഡ്സ് എക്സ്പേർട്ട് എന്നാവാം, പെർഫോമൻസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നാവാം, അല്ലെങ്കിൽ പെയ്ഡ് സോഷ്യൽ എക്സിക്യൂട്ടീവ് എന്നാവാം. ഇതൊക്കെ നിങ്ങളുടെ കമ്പനി ഡിസൈഡ് ചെയ്യുന്ന ഒരു ടേമാണ്. ഇത്തരത്തിൽ ടോപ്പ് ആയിട്ടുള്ള മീഡിയ ജയൻസ് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ടേമിംഗ് ആണ് മീഡിയ ബൈങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ ടിക്ടോക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസ് അവരുടെ ഈ പറഞ്ഞ പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന ടേമാണ് മീഡിയ ബൈയിങ്. അതിനകത്ത് ആക്ച്വലി ചെറിയൊരു കൺഫ്യൂഷൻ എന്തുകൊണ്ടാന്ന് വെച്ചാലേ, പഴയ കാലത്ത് ട്രഡീഷണൽ മീഡിയ, ഈ പ്രിന്റ്, ടെലിവിഷൻ, ഇവർ ആക്ച്വലി ഈ വലിയ ഏജൻസികൾ ടൈമും ഈ പറഞ്ഞ പോലെ ഇതിനകത്താണെങ്കിൽ പ്രിന്റിലാണെങ്കിൽ സ്പേസും മുൻകൂട്ടി വാങ്ങി വെക്കുമായിരുന്നു. എന്നിട്ട് അവരത് ബാർഗെയിൻ ചെയ്യുമായിരുന്നു. അതിനെ അന്ന് അവർ മീഡിയ ബൈങ് വിളിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ. അല്ല, ഇവിടെ നമ്മൾ ഇപ്പം സെയിം പ്രോസസ്സ് തന്നെയാണല്ലോ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇപ്പം ടൈംസ് എന്ന് പറയുന്ന ടൈംസിന്റെ ഒരു ഓൾ കേരള പബ്ലിഷിലാണ് നമ്മൾ ഇത്ര ഒരു ഫ്രണ്ട് പേജ് നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മീഡിയ ബൈങ് എന്ന് വിളിക്കാം. കറക്റ്റ് ആണ്. സെയിം നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഒരു ഇൻവെന്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒരു ടോട്ടൽ ഒരു 1 crore ഓഡിയൻസിനകത്ത് ഈ ഒരു ഇത്ര പെർസെൻറ്റേജ് അല്ലെ ഈ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് മാച്ചിങ് ആവുന്ന ആൾക്കാരെ നമ്മൾ ഇത്ര എമൗണ്ടിന് ആഡ്സ് റൺ ചെയ്യുമ്പോഴും സെയിം പ്രോസസ്സ് അല്ലേ ചെയ്യുന്നത്. അവരുടെ ഇൻവെന്ററിയിൽ നമ്മുടെ ആഡ്സ് ഷോക്കേസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതെ, ഈ ഇവിടെ ഈ ട്രഡീഷണൽ മീഡിയയിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ, അത് ഏജൻസികൾക്ക് അവർക്ക് എത്ര റേറ്റ് വേണമെങ്കിലും ആ സമയത്ത്, ഇപ്പൊ ഓണം സമയമാണെന്ന് വിചാരിച്ചോ, അവർക്കത് ആർക്ക് വേണമെങ്കിലും അത് സെയിൽ ചെയ്യാം. ഈ മീഡിയക്ക് കൊടുക്കുന്ന റേറ്റ് അല്ല, അവർക്ക് വേണമെങ്കിൽ എത്ര റേറ്റ് വേണമെങ്കിലും കൂട്ടിയിട്ട് ക്ലയൻസിന് ഇത് ചെയ്യാം. ഒരു ബാർഗൈനിങ് മോഡൽ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ഇത് തന്നെയാണല്ലോ നമ്മുടെ ഇവിടെയും നടക്കുന്നത്. അത് നമ്മളിവിടെ ശരിക്കും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ വായിക്കുന്ന അവിടുത്തെ പത്രം വായിക്കുന്ന ഒരാളുണ്ടല്ലോ, ഈ പത്രം വായിക്കുന്ന ഒരാളല്ല, ആ പത്രം എന്ന് പറയുന്ന ഒരു പേപ്പറിനെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റയിലാണെന്നുണ്ടെങ്കിൽ മെറ്റയിലെ ആ ഒരു ഇൻവെന്ററി എന്നുള്ള രീതി കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പൊ നമുക്കിപ്പോൾ ക്രിസ്മസ് ടൈം വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇൻവെന്ററി കൂടുന്നില്ല. ക്രിസ്മസ് ടൈമിൽ മാത്രം മെറ്റയുടെ ആ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് വരുന്ന ഒരു ഓഡിയൻസ് പെട്ടെന്ന് കൂടുന്നില്ല. ആ മാസം ഉള്ള അല്ലെ ആ ഒരു മാസം അവർക്കുള്ള ഇത്ര ബില്യൺ ഓഡിയൻസ് ആണെങ്കിൽ ആ ഓഡിയൻസിൽ തന്നെയാണ് ഈ പറഞ്ഞ ആഡ് റൺ ചെയ്യുന്നത്. ഇങ്ങനെ ചിന്തിച്ചു നോക്കി, കറക്റ്റ് അല്ലേ? അവിടെ ഓഫ്ലൈൻ എന്നുള്ളത് ഓൺലൈനിലേക്ക് വന്നെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണല്ലോ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലും ചെയ്യുന്നത്. അവിടെയും ഈ സെയിം മീഡിയ ബൈങ് അല്ലേ നടക്കുന്നത്. ഇപ്പൊ ടൈംസിന്റെ ഡിജിറ്റൽ സ്പേസിലാണെങ്കിലും ഇതേപോലെ തന്നെ ഈ സെയിം എക്സാക്ട് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യുന്നു, പ്രോഗ്രാമാറ്റിക് ആയിട്ട് ചെയ്യുന്നു. അവിടെ അത് മീഡിയ ബൈങ് അല്ലേ നടക്കുന്നത്. പറഞ്ഞ ഒരു പോളിഷ് അല്ലെങ്കിൽ ജാർഗൺ ആയിട്ട് ഇതിനെ കൂട്ടുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇലക്ഷൻ ദിവസം എന്ന് വിചാരിക്കാം. ഇലക്ഷൻ ദിവസങ്ങളിലേക്ക് ഇപ്പോ വളരെ നേരത്തെ ഇപ്പൊ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ നേരത്തെ ഈ പറഞ്ഞ പോലെ പ്രൈം ബാൻഡുകളൊക്കെ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും ആ പ്രൈം ബാൻഡിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതെ, ഇത് പെയ്ഡ് ആഡ്സിലും ഉണ്ടല്ലോ. ഉണ്ടല്ലേ? പിന്നെ പെയ്ഡ് ആഡ്സിൽ നമുക്ക് കാറ്റഗറി ടേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടെ ബിഗർ ബ്രാൻഡ്സ്, ഞാനിപ്പോൾ KFCക്ക് വേണ്ടിയിട്ട് അത് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം നമുക്ക് KFCയുടെ ഒരു റീബ്രാൻഡിങ് ക്യാമ്പയിൻ ചെയ്തു. അപ്പം ബിലീവ് ഇൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറച്ചുകൂടെ ഒരു 18 to 24 ഇയേഴ്സ് ഓൾഡ് ഏജ് വരുന്ന ഒരു യങ് ജനറേഷനിലേക്കാണ് കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ KFCനെ കുറച്ചും കൂടെ ഒരു റീബ്രാൻഡ് ചെയ്ത് അവരുടെ ഒരു തീം കളർ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ, ഒരു ബ്ലാക്ക് കളർ ഷോക്കേസ് ചെയ്തിട്ടുള്ള ബിലീവ് ഇൻ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്ന ഒരു തീമാണ് നമ്മളവിടെ ക്യാമ്പയിൻ്റെ ഒരു തീമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ റെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ റെഡിറ്റിനകത്ത് തന്നെ പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് വരുന്ന അല്ലെ പർട്ടിക്കുലർ കാറ്റഗറീസ് മൊത്തത്തിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുക. അപ്പൊ ആ ദിവസം ആ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന ടോട്ടൽ കണ്ടന്റിന്റെ ഏറ്റവും ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ആഡാണ്. ഇനി ടിക്ടോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിക്ടോക്കിൽ നമ്മൾ നോർമലി ആഡ്സ് റൺ ചെയ്യുന്ന ആഡാണ് ഓപ്ഷൻ ആഡ്സ്. നമുക്കിവിടെ അവിടെ പ്രീമിയം ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് ഉണ്ട്. ടോപ്പ് ഫീഡ് എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ട്, ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ട്, മൂന്നാമതായിട്ട് ടിക്ടോക്ക് പൾസ് എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. ഇത് മൂന്നുമാണ് അവിടുത്തെ പ്രീമിയം പ്ലേസ്മെന്റ്സ്. പൾസ് എടുത്തു കഴിഞ്ഞാൽ പൾസ് എന്ന് പറയുമ്പോൾ ടിക്ടോക്കിൻ്റെ അകത്ത് തന്നെ വരുന്ന ഓരോ ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഞാൻ ഇവിടെ ഒരു മൂവി
ഒരു മൂവിയുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയൻസ് വരുന്നത് കൂടുതലും ഗെയിമിംഗ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഹൊറർ മൂവി അല്ലെങ്കിൽ മൂവി ഇൻട്രസ്റ്റ് വരുന്ന ഈ 2 കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അപ്പം ഈ 2 ടോപ്പിക്കിൻ്റെയും കാറ്റഗറി ടേക്ക് ഓവർ ഞാൻ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൂവി ഇൻട്രസ്റ്റ് വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഗെയിമിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഡിവൈസ് ഒക്കെ ഇൻട്രസ്റ്റ് വരുന്ന ആൾക്കാരെല്ലാവരും അവരുടെ ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ആഡ് ആയിരിക്കും ഫസ്റ്റ് കാണാൻ പോകുന്നത്. അടുത്ത സെഗ്മെന്റ് ആണ് ടോപ്പ് ഫീഡ്. ടോപ്പ് ഫീഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആരാണെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ വരുന്ന ആര് ടിക്ടോക്ക് ഓപ്പൺ ചെയ്താലും അവർ കാണാൻ പോകുന്ന ഫസ്റ്റ് പെയ്ഡ് ആഡ് നമ്മുടെ ആയിരിക്കും. ഫസ്റ്റ് പെയ്ഡ് ആഡ് ഏത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും. ഇനി ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനമാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പ്ലേസ്മെന്റ്. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലേസ്മെന്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ടിക്ടോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ ആഡായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കാണാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ആഡ് കാണുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലും മിക്കപ്പോഴും അത് ഏതെങ്കിലും ഒരു മൂവിയുടെ ട്രെയിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പോപ്പുലർ ബ്രാൻഡിന്റെ എന്തെങ്കിലും ആഡായിരിക്കും ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് വീഡിയോ. ഇതൊരു സിമിലർ കൈൻഡ് ഓഫ് ഒരു കാറ്റഗറി ടേക്ക് ഓവർ ആണ്. ക്ലിയർ ആയി? ഇനി മെറ്റയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അത്രയും പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ഫീച്ചർ തരുന്നില്ല. അവിടെ മെറ്റ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ ചെയ്യുന്നത് ഈ റിസർവേഷൻ ക്യാമ്പയിൻ തന്നെ അവർ കുറച്ചും കൂടെ ആക്സലറേറ്റഡ് ഡെലിവറിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം മെറ്റയിൽ ഈ പറഞ്ഞ ഒരു ടേക്ക് ഓവർ വരുന്നത് കുറച്ചും കൂടെ നമ്മൾ ഒരു കോടി ഓഡിയൻസ് ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ ഒരു ക്യാമ്പയിൻ ഒരു ഇത്ര വലിയ ബഡ്ജറ്റ് കൊടുത്താലും ആ 1 കോടി ഓഡിയൻസിന് ടോട്ടൽ 100% അല്ലെങ്കിൽ ഒരു 70% എബോവ് ഒന്നും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇംപ്രഷൻ കിട്ടും. ഇപ്പോൾ ഒരു കോടി ഓഡിയൻസ് സൈസ് ഉണ്ടെങ്കിൽ 2 കോടി 3 കോടിയൊക്കെ ഇംപ്രഷൻ കിട്ടും. പക്ഷേ ആ 1 കോടിയുടെ ടോട്ടൽ 70%ൻ്റെയും യുണീക്ക് ആയിട്ടുള്ള ഓഡിയൻസിന് കൂടുതൽ നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മെറ്റാ മൂവ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 1 കോടി ഉണ്ടെങ്കിൽ ആ 1 കോടിയുടെ ഒരു 80% അല്ലെങ്കിൽ 90% എബോവ് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ടോട്ടൽ മാർക്കറ്റിന്റെ കൂടുതൽ ഉള്ളിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞത് മെറ്റയുടെ ഒരു പ്രീമിയം സൊല്യൂഷൻ ആണ് മെറ്റാ മൂവ്മെന്റ്സ് എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ ആഡ്സ് മാനേജറിൽ അവൈലബിൾ അല്ല. ഇത് നമുക്ക് മെറ്റയുടെ ടീം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. കൂടുതലും ബിഗർ ബ്രാൻഡ്സ് ആണ് ഇങ്ങനത്തെ ഈ പ്രീമിയം പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം ഇവിടെ KFCക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും ഇപ്പം ഒരു 650 അതായത് ഏകദേശം ഒരു 7 കോടിയോളം ഇന്ത്യൻ റുപ്പി നമുക്ക് ഒരു മാസത്തെ ക്യാമ്പയിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്കൊരു റിക്വയർമെന്റ് ഉണ്ടാവും. ഈ പറഞ്ഞ ഒരു ബ്രാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന ദിവസങ്ങളിൽ ലോഞ്ചിങ് തന്നെ ഞാനപ്പം ഈ കാറ്റഗറി ടേക്ക് ഓവർ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിറ്റിൻ്റെയും ടിക്ടോക്കിൻ്റെ ഒക്കെ എക്സിക്യൂട്ടീവ്സിന് മെയിൽ ചെയ്യും. എന്നിട്ട് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന പോലെ നമുക്ക് ഈ ഒരു ബ്രീഫിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. സോ അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷനകത്ത് അവർ പറയും ഇന്ന ഡേറ്റിൽ നമുക്കപ്പം ഈ ഒരു ഇൻവെൻട്രി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പ്രൊസീഡ് ചെയ്യണം. ഇത്ര ബഡ്ജറ്റിനുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് ബുക്ക് ചെയ്യണം. നേരത്തെ കാർത്തിക് ഭായ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഒരു പ്രൈം ആയിട്ടുള്ള ക്രിസ്മസ് ടൈമിൽ നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഒരു റൈറ്റ് കോളം നമ്മൾ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രൈം ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്റെ ടോട്ടൽ മൊത്തത്തിലുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനെ നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അത് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അത് നമുക്ക് റിസർവ് ചെയ്ത് തരും. ഇനി പിൻട്രസ്റ്റിനുണ്ട് ഇതുപോലെ. പിൻട്രസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാൻ പറ്റും. അവർ റീസെൻ്റ്ലിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏജൻസിയിൽ ഇവരുടെ ഒരു സെഷനായിട്ടോ അല്ലെങ്കിൽ ഇവർ നമ്മൾ അവരുടെ ഏജൻസിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഉള്ള സൊല്യൂഷൻസ് നമുക്ക് സെല്ല് ചെയ്യും. ഞാൻ ലിങ്ക്ഡിനിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ ടിക്ടോക്കിൻ്റെ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൻ്റെ ഒക്കെ ഇവരുടെ അവിടുത്തെ ലഞ്ചിനൊക്കെ പോകുന്ന സംഭവം പറയുമ്പോൾ ഇവർ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളാണ് ഇത്തരം ബ്രാൻഡിൻ്റെ കൂടുതലും എമൗണ്ട് നമ്മുടെ കൈ കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ എന്താ പറയുക നമ്മളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരുടെ ഓരോ സൊല്യൂഷൻസും നമുക്ക് പിച്ച് ചെയ്യും. അപ്പം ഇത് നമുക്ക് നോർമലി നമ്മൾ ചെറിയ ആഡ്സ് റൺ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ആഡ്സ് മാനേജറിന് അത് അവൈലബിൾ ഉള്ളതല്ല. ഇത് കുറെ കൂടെ ഡയറക്റ്റ്ലി അവരുടെ ടിക്ടോക്ക് ആണെങ്കിലും മെറ്റ ആണെങ്കിലും നമുക്ക് അഡ്വർടൈസേഴ്സിന് ഡയറക്റ്റ്ലി അവർ സെല്ല് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. സോ ഐ മീൻ ഓൺ എ ബ്രീഫ് ഇത് പോസിബിൾ ആണ്. ഇപ്പം നേരത്തെ നമ്മൾ സെയിം സിറ്റുവേഷനിൽ പറഞ്ഞ യൂസ് കേസിൽ തന്നെ ഈ പെയ്ഡ് ആഡ്സിൽ ഇത് നടക്കുന്നുണ്ട്. അതിന് കാറ്റഗറി ടേക്ക് ഓവർ അല്ലെങ്കിൽ അവരുടെ പ്രീമിയം സൊല്യൂഷൻസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രീമിയം സെഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് നോർമലി അങ്ങനെ ഒരു ടീം ഇതിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ദിവസങ്ങൾ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നമ്മളെ CPM കൂടാൻ സാധ്യത ഉണ്ടാവില്ലേ ആ ദിവസങ്ങളിൽ? മേ ബി സോറി ക്ലിയർ അല്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ?
ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒരു ടീം ബിഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം അതേ ഇൻട്രസ്റ്റിലേക്ക് ഈ ടാർഗറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സിന് അവരുടെ CPM അന്ന് കൂടാൻ സാധ്യത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേയ്സിൽ CPM കൂടാൻ സാധ്യത ഉണ്ടാവില്ലേ? കാരണം അഗെയിൻ ഇത് CPM സോ ലോജിക്കലി നമ്മൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അത് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെറിയ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാരെ അത് അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ആൻസർ യെസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം അതിനകത്ത് നമ്മൾ ചെറിയ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന ആൾക്കാർ അത്ര വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ കാറ്റഗറി ടേക്ക് ഓവർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപയായിരിക്കും ഇന്ത്യൻ റുപ്പിയിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലേസ്മെന്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഓഡിയൻസ് അന്നത്തെ ദിവസം കാണാൻ പോകുന്ന 10 ആടാണെങ്കിൽ ആ 10 ആടിന്റെ 1 നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 9 സ്റ്റിൽ അവിടെ ഓപ്ഷനിലുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ അപ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് വരത്തില്ല, ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു വേരിയേഷൻ അവിടെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ റിസർവ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ഇപ്പം നമ്മൾ ഓപ്ഷൻ ക്യാമ്പയിനിൽ ഒരാൾക്ക് നമുക്ക് വരുന്നൊരു CPM 2 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നമ്മൾ റിസർവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 പൗണ്ട് 5 പൗണ്ട് 8 പൗണ്ട് വരെയൊക്കെയാണ് ഓരോ പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് വരുന്നത്. അത് എക്സ്പെൻസീവും ആണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ടിക്ടോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടിക്ടോക്ക് ടോപ്പ് ഫീഡ്, ടോപ്പ് വ്യൂ, അതുപോലെ തന്നെ ടിക്ടോക്ക് പൾസ്, ഈ പറഞ്ഞ സാധനങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റഗറി ടേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഈ മെറ്റ മൂമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ മെറ്റയുടെ ഓൺലൈനിൽ അങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഇല്ല. അത് അവരത്ര ഒരു പോപ്പുലറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ല. കുറച്ചുകൂടി ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഗ്രൂപ്പ് എമ്മിൽ കുറച്ചുകൂടി കസ്റ്റമൈസ്ഡ് എന്നുള്ള മോഡലിൽ കിട്ടുന്നത്. എനിക്കൊന്ന് ഗ്രൂപ്പ് എമ്മിൽ മാത്രമായിരിക്കത്തില്ല, കുറച്ചുകൂടെ ടോപ്പ് ലെവൽ സ്പെൻഡിങ് ഉള്ള ഏജൻസീസിനുണ്ടാവും. ഞാൻ അതിനകത്ത് അത് മെറ്റ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒത്തിരി റിസോഴ്സസ് ഇന്റർനെറ്റിൽ കണ്ടിട്ടില്ല. ബേസിക്കലി അത് റിസർവേഷൻ ക്യാമ്പയിൻ്റെ തന്നെയാണ്, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് സ്പെൻഡ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റീച്ചിന്റെ പെനിട്രേഷൻ ഇച്ചിരി കൂടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞോളൂ ഗ്രൂപ്പ് എം പോലത്തെ കമ്പനികളിലൊക്കെ നിങ്ങളൊരു പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഔട്ട് ഓഫ് 10 അഡ്വർടൈസേഴ്സിന് എടുക്കുമ്പം ഒരു 8 പേർക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്കവിടെ കിട്ടും. ഹലോ കാർത്തിക് സാർ, സാറെ കമ്മ്യൂണിറ്റി ഏതായിരുന്നു? അതൊന്ന് ആഡ് ആക്കാൻ പറ്റുമോ? ഇ കോമേഴ്സ് കമ്മ്യൂണിറ്റി, അതുപോലെ കണ്ടന്റ് കമ്മ്യൂണിറ്റി ഏതായിരുന്നു? ഓക്കെ, താങ്ക് യു. സോറി, ഞാൻ ലെഫ്റ്റ് ചെയ്യണം, എനിക്കൊരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്. ഓക്കെ, സാറേ ഇറങ്ങിയിട്ടുണ്ടോ? Yeah, thank you. It was a nice session. Yeah, very valuable. സാർ ഇത് ഫയൽ ഫോർമാറ്റിലും അയക്കാമോ? അതായത് ഇപ്പോൾ ജസ്റ്റ് വീഡിയോ ഫോർമാറ്റിൽ അയക്കണം. അപ്പോൾ ഇത് കംപ്രസ് ആവും, ക്ലാരിറ്റി വരും. ഫയൽ ഫോർമാറ്റ് ആണെങ്കിൽ അതേ ഫോർമാറ്റ് കിട്ടും. അത് ഫയൽ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഷെയർ ചെയ്യാം.